സുഹൃത്തുക്കളെ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുസ്തക പ്രസാധനത്തിന് മാത്രമല്ല, വൈജ്ഞാനിക മേഖലയെ സാമാന്യ ജനങ്ങളെ പരിചയപ്പെടുത്തുന്നതിലും ശ്രദ്ധിക്കുകയാണ്. നൂതന സാങ്കേതിക വിദ്യയെ ജനക്ഷേമത്തിനായിട്ട്, ജനകീയമായിട്ട് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെ വിനിയോഗിക്കാം എന്നതിൻ്റെ ഒരു പരീക്ഷണം കൂടിയാണിത്. കോവിഡ് കാലത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഉപകരണങ്ങളെ, സാങ്കേതിക വിദ്യയെ ഉപയോഗിക്കാൻ നിർബന്ധിതമായത് എങ്കിലും കോവിഡിന്റെ ആക്രമണം വരുന്നതിന് മുമ്പ് തന്നെ പല സ്ഥലങ്ങളിലും സർവകലാശാലകളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അതിപ്പോ ഒരു പ്രത്യേക സവിശേഷ സാഹചര്യത്തിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടും അതിനെ ആശ്രയിക്കുകയാണ്, അവലംബിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് കഷ്ടിച്ച് ഒരാഴ്ചയ്ക്ക് മുമ്പ് കേരള സിവിൽ സർവീസ് അക്കാദമി, കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാണത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ പ്രിലിമിനറി പരീക്ഷ പാസ്സായവർക്ക് മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി അവർ കേരള ചരിത്രവും സംസ്കാരവും എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചൊരു ക്ലാസ് എടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. അതേപോലെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അവിടെ രജിസ്റ്റർ ചെയ്ത, സിവിൽ സർവീസ് അക്കാദമിയിൽ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയായിരുന്നു ആ ക്ലാസ്. 10-25 പേരാണ് ആ ക്ലാസ്സിൽ പങ്കെടുത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പങ്കെടുത്ത എത്ര പേരാണെന്ന്, ഇതുപോലെ സൂം മീറ്റിംഗ് അല്ലാത്തത് കൊണ്ട് എനിക്ക് അവരുടെ മുഖം കാണാൻ പറ്റിയില്ല. എത്ര പേര് പങ്കെടുത്തു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയുകയുമില്ല. അപ്പൊ അത് ആ സ്ഥാപനത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് എന്നുള്ളത് കൊണ്ട് ആ സ്ഥാപനത്തിലെ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്രയോജനപ്പെട്ടുള്ളൂ. എന്നാൽ മത്സര പരീക്ഷ എഴുതുന്ന KAS എന്ന് പറയുന്ന കേരളത്തിലെ ഭരണത്തിലെ രണ്ടാം നിര ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് കേരളത്തിൽ ആദ്യമാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ 1940കളുടെ ആരംഭത്തിൽ സർ CP തിരുവിതാംകൂറിന്റെ ദിവാനായിരുന്ന കാലത്ത് അദ്ദേഹം ഒരു ട്രാവൻകൂർ സിവിൽ സർവീസ് ആരംഭിച്ചിരുന്നു, ICSന് സമാനമായിട്ട്. ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണത്തിന് വേണ്ടി തയ്യാറാക്കിയിരുന്ന ആ ബ്യൂറോക്രസിയുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന് സമാനമായിട്ട് ട്രാവൻകൂർ സിവിൽ സർവീസ് എന്നൊരു പരിപാടി ആരംഭിച്ചിരുന്നു. അത് പിന്നെ ഇന്ത്യൻ സിവിൽ സർവീസ് ലയിക്കുകയായിരുന്നു. 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും തിരുവിതാംകൂർ ഇന്ത്യൻ ലീവ് ലയിക്കുകയും ചെയ്തപ്പോൾ അതങ്ങനെ ലയിപ്പിച്ചു. അതിനുശേഷം കേരളത്തിൽ ഇത് ആദ്യമായിട്ടാണ് കേന്ദ്ര സർവീസിൽ കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന IAS ഉദ്യോഗസ്ഥന്മാർക്ക് തൊട്ടു താഴെ, എന്നാൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമിക്കുന്ന സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാർ പ്രൊമോഷൻ കിട്ടി മുകളിലെത്തുന്നതിന് ഇടയ്ക്കുള്ള മത്സര പരീക്ഷ എഴുതി വിവിധ റാങ്കുകളിലുള്ളവർക്ക് നിയമനം കൊടുത്ത് രണ്ടാം നിര ഉദ്യോഗസ്ഥന്മാരെ പരിശീലിപ്പിച്ചെടുക്കുക, ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുക, ഭരണം അവരുടെ കരങ്ങളിലൂടെ കൃത്യമായി നിർവഹിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ചത്. അതിന്റെ സാങ്കേതികത്വത്തിലേക്കോ അതിലെ വീതം വെപ്പുകളെ കുറിച്ചോ അല്ലെങ്കിൽ റേഷ്യോയെ കുറിച്ചോ ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷെ അങ്ങനെ പരീക്ഷ എഴുതുന്ന നിരവധി പേർ കേരളത്തിൽ ഈ സിവിൽ സർവീസ് അക്കാദമിയിൽ രജിസ്റ്റർ ചെയ്തവർക്ക് പുറമേ ഉണ്ട്. പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന നിരവധി മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരുണ്ട്. അതിൽ വിദ്യാർത്ഥികളുണ്ട്, വിദ്യാഭ്യാസം കഴിഞ്ഞ് തൊഴിൽ അന്വേഷിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ സഹായകരമാകുന്ന തരത്തിൽ ഉള്ള ഒരു പ്രഭാഷണ പരമ്പര അല്ലെങ്കിൽ അധ്യാപന പരിപാടിയാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുന്നത്. ഇതിന് അല്പം ഒരു ചരിത്രവും കൂടിയുണ്ട്. 2019 പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷകളെല്ലാം മലയാളത്തിൽ ആയിരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടർ സർക്കാരിന് നിവേദനം നൽകുകയും സർക്കാർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ അഭിപ്രായം ആരായുകയും അവർ അതിന്റെ പ്രായോഗിക വൈഷമ്യങ്ങൾ അറിയിക്കുകയും ചെയ്തു. സർവകലാശാലകൾ അധ്യയന മാധ്യമം ഇംഗ്ലീഷാണ്, പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങളെല്ലാം ഇംഗ്ലീഷിലാണ്. ചില സർവകലാശാലകൾ ബിരുദതലത്തിലുള്ള ഉത്തരം, പരീക്ഷകൾ പഠനത്തിന്റെ ഉത്തരം മലയാളത്തിൽ എഴുതാൻ അനുവദിക്കുമെങ്കിലും ബിരുദാനന്തര ബിരുദം MA MSc MCom കോഴ്സുകളെല്ലാം തന്നെ ഇംഗ്ലീഷിലാണ് എഴുതുന്നത്.
പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ, ആരോഗ്യശാസ്ത്രം മുതലായവ ഇംഗ്ലീഷിൽ മാത്രമേ ഉള്ളൂ. അത്തരത്തിൽ സർവകലാശാലകളുടെ പരിപാടി പരിമിതപ്പെട്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് അവിടുന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതി വിജയിക്കാൻ കഴിയുക എന്നുള്ള വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഉന്നയിച്ചത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർവകലാശാല വൈസ് ചാൻസലർമാരുടെയും പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെയും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറെയും ചേർത്തുകൊണ്ടുള്ള യോഗം ചേർന്നു. ആ യോഗത്തിൽ വെച്ച് രണ്ടു കൂട്ടരും സർവകലാശാലകൾ അവരുടെ അല്ലെങ്കിൽ ചില ശുപാർശകൾക്ക് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. പക്ഷെ പരിഹാരം പൂർണ്ണമായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല. സർവകലാശാലകൾ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ പോലും അവരുടെ അധ്യാപന പരിപാടിയിൽ മാറ്റം വരുത്തിയില്ല, പാഠ്യപദ്ധതിയിൽ മാറ്റം വരുത്തിയില്ല, പാഠ്യക്രമത്തിൽ മാറ്റം വരുത്തിയില്ല. പഴയതുപോലെ ഇപ്പോഴും തുടരുന്നു. എന്നാൽ സർവകലാശാല ബിരുദം സമ്പാദിച്ച് പുറത്തിറങ്ങുന്നവർ പരീക്ഷ എഴുതുമ്പോൾ മലയാളത്തിൽ കൂടെ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ മലയാളത്തിൽ പഠിപ്പിക്കാൻ അധ്യാപകർ ഉണ്ടാവണം, മലയാളത്തിൽ എഴുതാൻ അവർക്ക് കഴിയണം, മലയാളത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാവണം. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വൈജ്ഞാനിക സാഹിത്യ ഏത് വിജ്ഞാന മേഖലയെയും മലയാളത്തിലേക്ക് കൊണ്ടുവരിക, മലയാളത്തിൽ കൂടി അനായാസമായി വിതരണം ചെയ്യുന്നതിനുള്ള ഒരു പരിപാടി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലക്ഷ്യം തന്നെ. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ആരംഭിക്കുന്നത്. പരീക്ഷാർത്ഥികളെ മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ളതല്ല. കേരളത്തിലെ പൊതുസമൂഹം, വിദ്യാർത്ഥികളല്ലാത്തവർ, ചില ഉദ്യോഗസ്ഥന്മാർക്കും പൊതു പൗരന്മാർക്ക് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളും കൂടെ ഈ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് വരും. തൽക്കാലം ഇത് KS-ന്റെ പാഠ്യപദ്ധതി അനുസരിച്ചുള്ള പരിപാടികളാണ്. ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷും മലയാളവും കൂടിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. കാരണം KS-ന്റെ പെട്ടെന്ന് ജനുവരിയിലോ മറ്റോ നടക്കാൻ പോകുന്ന പരീക്ഷയുടെ ചോദ്യം ഇംഗ്ലീഷിലായിരിക്കും വരുന്നത്. മലയാളത്തിൽ പഠിച്ചുകൊണ്ട് പോകുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ പരീക്ഷാർത്ഥികൾ എഴുതാൻ പറ്റുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടെ പ്രഭാഷണമാണ്. ഒന്നാം ഘട്ടത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുക കേരള ചരിത്രം, പിന്നെ ഇന്ത്യ ചരിത്രം, പിന്നെ സാമാന്യ ശാസ്ത്രം, പൊതുവിജ്ഞാനം മുഴുവൻ. അത് അതിന്റെ സിലബസ് അനുസരിച്ചുള്ള പരിപാടികൾ പോകും. പക്ഷെ സിലബസിനപ്പുറത്തേക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള പാഠ്യക്രമത്തിനപ്പുറത്തേക്ക് വൈജ്ഞാനിക മേഖലയെ ഇത്തരത്തിലുള്ള പരിപാടികളിലൂടെ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ആ ലക്ഷ്യം നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ സൂം മീറ്റിംഗ് വഴിയും ഇത് ഫേസ്ബുക്കിൽ ലൈവായിട്ട് ഞങ്ങൾ ഇത് കൊടുക്കുന്നത്. കേരള ചരിത്രവും സംസ്കാരവും എന്നുള്ള പാഠ്യപദ്ധതിയിൽ 18ാം നൂറ്റാണ്ടിന്റെ ആരംഭം തൊട്ടുള്ള സ്വാതന്ത്ര്യാനന്തര കാലത്ത് ഏതാണ്ട് പിന്നെ ഈ അടുത്ത കാലം വരെയുള്ള കേരളത്തിന്റെ സംഭവങ്ങളെ സംബന്ധിച്ച്, വികസനത്തെ സംബന്ധിച്ച്, സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പരിവർത്തനത്തെ സംബന്ധിച്ചുള്ള ഒരു പാഠ്യക്രമമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യ ചരിത്രം നിങ്ങൾ അതിന് ഡൗൺലോഡ് ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇന്ത്യ ചരിത്രം സംബന്ധിച്ചും അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് കേരള ചരിത്രത്തിൽ 18ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതലുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അതിനെ സംബന്ധിച്ചാണ് ഇവിടെ പ്രഭാഷണത്തിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 18ാം നൂറ്റാണ്ടിന്റെ ആരംഭം അല്ലെങ്കിൽ അതുകൊണ്ട് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പാഠ്യക്രമത്തിന് അവർ നിശ്ചയിച്ചത്? 18ാം നൂറ്റാണ്ട് തുടക്കം 1700-ാം ആണ്ട് തൊട്ടാണ് 18ാം നൂറ്റാണ്ട് ആരംഭിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് അവിടെ എടുത്തു എന്നുള്ളതിന് എനിക്ക് വ്യക്തമായ ഉത്തരവില്ല, എനിക്കറിയില്ല. കാരണം സിലബസ് ഉണ്ടാക്കിയത് ഞാനല്ല. പക്ഷെ ഞാൻ ഊഹിക്കുന്നു 18ാം നൂറ്റാണ്ട് 1700-ാം ആണ്ടിന് ശേഷമാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ സ്വാധീനം ഉറപ്പിക്കാൻ തുടങ്ങിയത്. കേരളത്തിലെ കൊച്ചു കൊച്ചു നാടുകളെ ചേർത്ത് കുറച്ചുകൂടെ വലിപ്പമുള്ള നാടുകൾ ഉണ്ടാക്കാൻ, രാജ്യങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നതും 18ാം നൂറ്റാണ്ടിലാണ്. അതുകൊണ്ടായിരിക്കണം അത്തരത്തിലുള്ള പാഠ്യക്രമത്തിലേക്ക് വന്നത്. ബട്ട് we can't start afresh from the 18th century onwards. 18ാം നൂറ്റാണ്ട് നമുക്ക് തുടങ്ങാൻ പറ്റില്ല. 18ാം നൂറ്റാണ്ട് അവസ്ഥ ആരംഭിക്കുന്നതിന് മുമ്പ് 17ാം നൂറ്റാണ്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ 17ാം നൂറ്റാണ്ടിലെ സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് തുടങ്ങാൻ പറ്റുകയുള്ളൂ. എന്താണ് 17ാം നൂറ്റാണ്ടിന്റെ പ്രത്യേകത? 17th century means from 1600 to 1700 roughly. It was from 1600 to 1700, that is the 17th century, that the European powers first appeared on the Arabian Sea. The Portuguese and Dutch. The Portuguese, very precisely, it was in 1498. But they
tried to consolidate their power, establish their power, both political and military power, only from the 1600 onwards, that is 17th century. So the Europeans were the first to bring to the Kerala coast, the Arabian Sea or the Indian Ocean system, a new means of occupation. Until the 17th century, until the Portuguese and the European powers appeared on the Indian Ocean or the Arabian Sea, the entire known world was controlled by the Indian Ocean system from time immemorial. From time immemorial, the Indian Ocean system was shaping the economic, cultural, and political activities of the known world. Known world means Africa, Europe, Asia. America was not discovered. Australia was not discovered. Greenland was unknown. Antarctica and Arctic regions were not coming in the picture. So Indian Ocean system, the known world means Africa, Europe, and Asia, and innumerable islands on the Indian Ocean. So this system was, or this area was, the Indian Ocean, bordered on the north by the Asian continent, bordered on the west by the African continent, and on the east by the Malaysian or Malayan archipelago, Malayan Diva Samuha. And at the end of the southern end of the Indian Ocean, there was, or there is, Antarctica, which was unknown to them, unknown to the people at that time. So this was the Indian Ocean system. In this Indian Ocean, three peninsulas thrust into the ocean. Three subcontinents or three peninsula of the Asian continent thrust into the Indian Ocean, just like a dagger thrust into the chest of a person. ഒരു കഠാര ഇറക്കി വിട്ടതുപോലെ മൂന്ന് ഉപദ്വീപുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കുത്തി നിർത്തിയിരിക്കുന്നു, തറച്ചു കയറിയിരിക്കുന്നു. പടിഞ്ഞാറ് അറേബ്യ, നടുക്ക് ഇന്ത്യ, കിഴക്കേയറ്റം മലേഷ്യ. Three subcontinents. Indian Ocean was controlled by three maritime people: the Arabs, the Indians, and the Chinese. ഇന്ത്യൻ മഹാസമുദ്രത്തെ നിയന്ത്രിച്ചിരുന്നത് മൂന്ന് വണികശക്തികളാണ്, വാണിജ്യ ശക്തികളാണ്. അറബികളും ഇന്ത്യക്കാരും ചൈനക്കാരും, ചീനരും. The ancient Roman Empire was resting on, depending on Indian Ocean. The glory of the Romans was depending on the Indian Ocean trade. The members of the Roman Senate once complained that the treasury of the Roman Empire was emptied because the Roman people liked to purchase goods from India, goods from Kerala, goods from China. So the Russian, or so the Roman treasury, the empire of the Roman, the treasury of the Roman Empire was being emptied because people like to purchase things, especially our clothes. Fine clothes manufactured in India. So the Indian Ocean played a key role. And this was so until the 17th century, when the European powers appeared on the Indian Ocean, rounding the Cape of Good Hope. ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെ മുനമ്പ് ചുറ്റി ആദ്യം പോർച്ചുഗീസുകാരും പിന്നീട് ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും നോർവേക്കാരും ഡെൻമാർക്കുകാരും ഒക്കെ ഈ ഭാഗത്തെത്തി. അവർ ഇന്ത്യയിൽ കോളനികൾ സ്ഥാപിച്ചു, ഏഷ്യയിൽ കോളനികൾ സ്ഥാപിച്ചു. നോട്ട് ഇൻ ഏഷ്യ alone, but on either side of the African continent, on the western side and the eastern side. So Asia and Africa became the colonies of the Europeans, the modern Europeans. The Europeans after the Renaissance, the Europeans after the Reformation, the Europeans after the dawn of modern technology. So they were controlling the East. But before we jump into that fresh area, we have to bear in mind that all world religions were born in Asia.
the present as well as those which have disappeared in the mist of history. ചരിത്രത്തിന്റെ അജ്ഞതകളിലേക്കോ അല്ലെങ്കിൽ മാറാലുകളിലേക്കോ തറച്ചുപോയ പഴയകാല മതങ്ങൾ മുതൽ ഇപ്പോഴത്തെ വിശ്വമഹാമതങ്ങളൊക്കെ ജനിച്ചത് ഏഷ്യയിലാണ്. യു സി ജൂഡയിസം, ജൂതമതം, യഹൂദമതം, ക്രിസ്തുമതം, ഇസ്ലാം, വൈദിക മതം, ജൈന, ബൗദ്ധ, ചാർവാക മതങ്ങൾ, കൺഫ്യൂഷ്യനിസവും ടാവോയിസവും ഇതൊക്കെ ഏഷ്യയിലാണ് ഉണ്ടായത്. But of these, some of them were adopted by the Europeans, especially Christianity. So, Asian contribution to the world was immeasurable. It was indiminishable. It was indestructible. It was illimitable. പരിമിതപ്പെടുത്താനാവാത്ത, വിഭജിക്കാനാവാത്ത, നശിപ്പിക്കാനാവാത്ത സംഭാവനകളാണ് ഏഷ്യ ലോക സംസ്കാരത്തിനും വാണിജ്യത്തിനും നൽകിയത്. Nobody can deny that. Even the Europeans can't. Joseph Needham, the great sinologist, expert on China, in his series of books, Science and Technology in Ancient China, he points out that the Chinese merchants or the Chinese vessels, the Chinese maritime people were the first to cross the southern tip of the African continent, Cape of Good Hope, and entered the entered the Atlantic Ocean and reached as far as Angola on the western coast of Africa. It was following this route that the Portuguese later entered on the Indian Ocean. Vasco da Gama was able to cross the Cape of Good Hope and to reach Madagascar, from where he adopted or he had the service of an Arab pilot, with whose help he crossed the Arabian Sea and reached the Calicut. So the Chinese paved the way for European exploration of Asia. The Chinese never thought of it, but Chinese, because of their maritime enterprise, maritime expansion, and trade activities, they crossed the southern tip, entered the Atlantic. That route which was copied by or followed by the Portuguese, they took the Dutch and other European people to control Asia. Not only that, the Chinese knowledge, the Chinese wisdom was borrowed by the Arabs and also the Europeans. Gunpowder, paper making, printing, all these were the inventions of the Chinese, which they are the Japanese, the Europeans and other people copied later. So this was the Indian Ocean system, which controlled the world, dominated the world till the beginning of the 17th century. By the beginning of the 17th century, the Portuguese and Dutch appeared. They tried to have their foothold on the Kerala coast, Malabar coast. They had to quarrel with the native rulers. They had to hobnob with the native rulers. പലതരത്തിൽ കേരളത്തിലെയും മലബാർ തീരത്ത്, കൊങ്കണ തീരവും മലബാർ തീരവും, that is the west coast of India, from Kutch to Cape Comorin. വടക്കേറ്റം സിന്ധിന്റെ തീരം മുതൽ സിന്ധു നദി കടലിൽ പതിക്കുന്ന സിന്ധ് പ്രവിശ്യ മുതൽ കച്ച് മുതൽ ഗുജറാത്ത്, സൗരാഷ്ട്ര തുടങ്ങി ഇങ്ങനെ കന്യാകുമാരി വരെയുള്ള പടിഞ്ഞാറേ തീരത്തുള്ള പല തുറമുഖങ്ങളിലും പല നാടുകളിലും നാടുവാഴികളുമായിട്ട് അവർ ബന്ധം പുലർത്തി. Sometimes intimidated, threatened, sometimes cajoled. ചിലപ്പോ അനുനയിപ്പിച്ചു, മറ്റു ചിലപ്പോൾ ഭീഷണിപ്പെടുത്തി ആക്രമിച്ചു. അങ്ങനെ ആക്രമണങ്ങളുടെയും ഭീഷണികളുടെയും സമരസപ്പെടലിന്റെയുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് അവർ ഏഷ്യയിലെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വാണിജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ചു. Quite naturally, they had to come into conflict with the Arabs. They had to come into conflict with the Arabs because from 7th century AD onwards, Arabs were controlling West Asia.
They were inroading to North Africa, inroading to Europe. For example, Spain. Their northern border was the Pyrenees Mountains, crossing or bordering Spain and France. They reached southeast Europe. From Turkey, they crossed the Black Sea and entered on the southeastern part of Europe, entire Central Asia, from where the Turkish or the Mongol adventurer Kublai Khan, first Genghis Khan and later Kublai Khan, entered China. And China was ruled by Genghis Khan and Kublai Khan. It was during the time of Kublai Khan that the great Italian adventurer, Italian merchant, Marco Polo, he crossed the West Asian, crossed Central Asia, reached China, came downwards at the Malayan archipelago, crossed the Indian Ocean, and reached back to Italy, his place, Venice in Italy. On his way back, he landed in Malabar and had his remarks about the Indians and also the Malabars. So China, India, and Arabs were controlling the entire world. Since the Arabs were able to control this West Asia, quite confronting with the Europeans, especially North Africa. From Egypt in the east to Morocco in the west. കിഴക്ക് ഈജിപ്റ്റ് മുതൽ പടിഞ്ഞാറ് മൊറോക്കോ വരെ. ഭൂപടം നോക്കിയാൽ, ഭൂപടം അറിയുന്നവർക്ക് മാത്രമേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒറ്റയടിക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ ആഫ്രിക്കയുടെ, ഉത്തരാഫ്രിക്കയുടെ മാപ്പ് നോക്കുക, ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ സൂയസ് കരയിടുക്ക് തൊട്ട് ഈജിപ്റ്റ്, അപ്പുറത്ത് ടുണീസ്, അൾജീരിയ, മൊറോക്കോ. ആ മൊറോക്കോ ചെന്ന് അവസാനിക്കുന്നത് യൂറോപ്പിന്റെ ഭാഗമായ സ്പാനിഷ് പെനിൻസുല, സ്പാനിഷ് ഉപദ്വീപുമായിട്ടാണ്. അവിടെയാണ് ഒരു കടലിടുക്കുള്ളത്, ജിബ്രാൾട്ടർ. നീന്തി കടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ജിബ്രാൾട്ടറിൽ നിന്നും അറബികൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ സ്പെയിനിൽ പ്രവേശിച്ചു. വടക്കോട്ട് ഒരു ആക്രമണം നടത്തി. ഗ്രനഡ എന്ന് പറയുന്ന ഒരു രാജ്യം സ്പെയിനിൽ സ്ഥാപിച്ചു. സ്പെയിനിൽ നിന്നും വടക്കോട്ട് പിറനീസ് പർവ്വതം കടന്ന് ഫ്രാൻസിലേക്ക് എത്താനായിട്ട് മുസ്ലിങ്ങൾ ശ്രമിച്ചു. യൂറോപ്പിലെത്തിയ മുസ്ലിങ്ങളുടെ പേരാണ് മൂഴ്സ്, MOORS, മൂഴ്സ്. ഷേക്സ്പിയറുടെ ഒഥല്ലോ എന്ന നാടകം വായിച്ചിട്ടുള്ളവർക്ക്, പഠിച്ചിട്ടുള്ളവർക്ക്, സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അതിൽ ഒഥല്ലോയെ പറയുന്നത് മൂർ എന്നാണ്, മുസ്ലിമിനാണ്. പക്ഷേ അവിടെ വെച്ച് വടക്കേ പിറനീസ് കടന്ന് ഫ്രാൻസിലേക്ക് കടക്കുന്നതിനെ ഫ്രാൻസിലെ രാജാവായിരുന്ന ചാർലിമേൻ എന്ന് പറയുന്നയാള് തടസ്സപ്പെടുത്തുകയും തടയുകയും അങ്ങനെ യൂറോപ്പിനെ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തു മതത്തിന് വേണ്ടി രക്ഷിക്കുകയും ചെയ്തു എന്നാണ് പോപ്പും കത്തോലിക്ക സഭയും അന്ന് പറഞ്ഞിരുന്നത്. ചാർലിമേൻ സേവ്ഡ് യൂറോപ്പ് ഫോർ ക്രിസ്ത്യാനിറ്റി എന്നാണ്. ക്രിസ്തു മതത്തിന് വേണ്ടി യൂറോപ്പിനെ സംരക്ഷിച്ചു. അതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തെ പോപ്പ് അനുഗ്രഹിക്കുകയും പിന്നെ അതിന്റെ ഫലമായിട്ട് വന്നതാണ് ഹോളി റോമൻ സാമ്രാജ്യം. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് യൂറോപ്പിലേക്ക് കടക്കുന്നില്ല. മുസ്ലിങ്ങളും അല്ലെങ്കിൽ അറബികളും അറേബ്യക്കാരും യൂറോപ്പിലേക്ക് കച്ചവടാർത്ഥം ചെന്ന് കഴിഞ്ഞാൽ യുവ കച്ചവടക്കാരായ സ്പെയിനിലെയും ഇറ്റലിയിലെയും കച്ചവടക്കാരും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി. അറബികളും യൂറോപ്യന്മാരും തമ്മിൽ, അറബികളും സ്പെയിൻകാരും തമ്മിൽ, അറബികളും ഇറ്റലിക്കാരും തമ്മിൽ യുദ്ധമുണ്ടാകുന്നു. അത് വ്യാപാര യുദ്ധങ്ങളാണ്. എല്ലാ കാലത്തെയും യുദ്ധങ്ങൾ വ്യാപാര യുദ്ധങ്ങളാണ്. വളരെ അപൂർവമായ സന്ദർഭങ്ങളിൽ മാത്രമേ വ്യാപാര ആവശ്യത്തിനല്ലാതെയുള്ള യുദ്ധങ്ങൾ നടന്നിട്ടുള്ളൂ. ലോകത്തെ കീഴടക്കാൻ, കമ്പോളം കൈയടക്കാൻ, അല്ലെങ്കിൽ ഫലഭൂയിഷ്ടമായ പാടശേഖരങ്ങളെയോ നദീതടങ്ങളെയോ കൈയടക്കാൻ വേണ്ടിയിട്ടാണ് പഴയ കാലത്തെല്ലാം യുദ്ധം നടന്നിട്ടുള്ളത്. ഈ മതയുദ്ധമൊക്കെ ഇപ്പോഴാണ്, പിന്നീട് ചരിത്രകാരന്മാർ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ക്രിസ്തു മതവും ഇസ്ലാം മതവും തമ്മിൽ ഏറ്റുമുട്ടിയ കുരിശു യുദ്ധം എന്ന് പറയുന്നത് ശുദ്ധ പോഷ്കാണ് ചരിത്രത്തിൽ. ഇറ്റ് വാസ് നോട്ട് എ റിലീജിയസ് വാർ, ഇറ്റ് വാസ് എ ട്രേഡ് വാർ. മധ്യധരണ്യാഴിയെ ആര് നിയന്ത്രിക്കണം? ലോക വ്യാപാരത്തെ ആര് നിയന്ത്രിക്കണം? ലോക വ്യാപാരത്തെ അറബികളും ഇന്ത്യക്കാരും ചീനും കൂടെ നിയന്ത്രിക്കണമോ, അതോ നവജാത യൂറോപ്യൻ മുതലാളിത്തത്തിന്റെ വക്താക്കളായ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇറ്റലിക്കാരും ഫ്രഞ്ചുകാരും പിന്നെ ഇംഗ്ലീഷുകാരും കൂടെ നിയന്ത്രിക്കണം എന്നുള്ളതാണ് തർക്കം. It was a war on trade, a trade war, a commercial war, a war for market.
a war for commodities, a war for world control of the world, for market purpose, for economic purpose, but to arouse the sentiments of the people. ഈ രാജ്യങ്ങളിലെല്ലാം ജനങ്ങളുണ്ട്, രാജാക്കന്മാരെ അനുസരിക്കുന്ന പാവങ്ങളായ അടിമകളായ ജനങ്ങളുണ്ട്. അടിമകളുടെ അധ്വാനം വിറ്റ് അല്ലെങ്കിൽ അധ്വാനം ചൂഷണം ചെയ്ത് ധനവാന്മാരാകുന്ന ഭൂപ്രഭുക്കന്മാരും കച്ചവടക്കാരും. അവരെയൊക്കെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ഈ യുദ്ധം മതയുദ്ധമാണെന്ന് വരുത്തേണ്ടത് മതാധിപന്മാരുടെയും രാജാക്കന്മാരുടെയും ആവശ്യമായിരുന്നു. അങ്ങനെയാണ് യൂറോപ്യന്മാരും അറബികളും തമ്മിലുണ്ടായ വ്യാപാര യുദ്ധത്തെ കുരിശ് യുദ്ധം എന്ന പേരിലേക്ക് വഴിമാറ്റി വിട്ടതും. അതൊരു ആധ്യാത്മിക യുദ്ധമാണ്, അതൊരു മതയുദ്ധമാണ് എന്ന് വരുത്തി തീർക്കാൻ ചരിത്രകാരന്മാർ തെറ്റായി തെളിയിച്ചു. അങ്ങനെ ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലമുള്ളത് കൊണ്ടാണ് അറബികളുടെ നിയന്ത്രണത്തിലുള്ള മധ്യധരണ്യാഴിയുടെ തെക്കൻ പ്രദേശങ്ങളും അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി സൈനിക ശക്തിയുമായി, പീരങ്കിയുമായി, വെടിയുണ്ടയുമായി വന്ന വാസ്കോഡ് ഗാമയ്ക്കും പിൻഗാമികൾക്കും ഏറ്റുമുട്ടേണ്ടി വന്നത് അറബികളോടാണ്, മുസ്ലിങ്ങളോടാണ്. അതുകൊണ്ട് മുസ്ലിം വിരുദ്ധത, അറബി വിരുദ്ധത അവരുടെ മുഖമുദ്രയായിരുന്നു. അതാണ് തെളിയിക്കാൻ ശ്രമിച്ചത്. അതിന്റെ ദുരന്ത ദക്ഷസാക്ഷിയാണ് കുഞ്ഞാലി മരക്കാർ. മലബാറിലെത്തിയ പോർച്ചുഗീസുകാർ അവിടത്തെ കോഴിക്കോട്ടെ രാജാവായിരുന്ന സാമൂതിരിയുമായിട്ട് ഉടമ്പടികൾ ഉണ്ടാക്കുന്നു. സാമൂതിരി ആദ്യം നിഷേധിച്ചു, പക്ഷെ പിന്നീട് സാമൂതിരി അവർ വഴങ്ങുന്നു. പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങി ഇവിടത്തെ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞത് കുരുമുളക്, ഏലം, ചുക്ക് തുടങ്ങിയ സുഗന്ധ വസ്തുക്കൾ, നല്ല മേന്മയേറിയ തടി, ബലമേറിയ തേക്ക് തടി പോലുള്ള സാധനങ്ങൾ, വനവിഭവങ്ങൾ, ഇതൊക്കെയാണ് പോർച്ചുഗീസുകാർക്ക് വേണ്ടിയിരുന്നത്. അവര് കുറെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നു. അവർ ആഫ്രിക്കയിൽ നിന്ന് ശേഖരിച്ച കുറെ ഉൽപ്പന്നം ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകണം. അത് പറ്റില്ല എന്ന് സാമൂതിരി പറയുന്നു. അവർ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ കമ്പോളത്തിൽ കോഴിക്കോട്ട് അങ്ങാടിയിൽ ഇഷ്ടം പോലെ കിട്ടുന്ന സാധനമാണ്, അതുകൊണ്ട് വേണ്ട. പകരം നിങ്ങൾ സ്വർണമായിട്ടോ വെള്ളിയായിട്ടോ പ്രതിഫലം തരണം എന്ന് പോർച്ചുഗീസുകാരോട് സാമൂതിരി ആവശ്യപ്പെടുന്നു. അത് പോർച്ചുഗീസ് ഹിതകരമല്ലായിരുന്നു. പോർച്ചുഗീസുകാരുടെ ഇത്തരത്തിലുള്ള വാണിജ്യ പരിപാടി നടക്കില്ല എന്ന് പറയുന്നു. അവർ സൈന്യം ഉപയോഗിക്കുന്നു. ആ സൈന്യ ഉപയോഗത്തിന്റെ ഭാഗമായിട്ടാണ് സാമൂതിരിയുടെ നാവിക തലവനായിരുന്ന പൊന്നാനി കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന കുഞ്ഞാലിമാർ, 4 കുഞ്ഞാലിമാരുണ്ട്. ആ കുഞ്ഞാലിമാരുടെ സംഘം പോർച്ചുഗീസുകാരെ തുരത്താൻ ശ്രമിക്കുന്നു. So in that sense we can say that the Kunyalis were the first freedom fighters of India. Portuguese were the first invaders, the European invaders who tried to enslave India, occupy India, conquer India. But they were resisted by the Kunyalis. So the Kunyalis were the first freedom fighters. That means the Muslims were the first freedom fighters against Portuguese occupation, because they were the protectors of Samarin's trade activities. Kunyalis were called the admirals of the Arabian Sea. Admirals of the Arabian Sea, from Sri Lanka in the southeast to Campe Kutch in the northwest. The entire Arabian Sea was controlled by the Portuguese. Sorry, the entire Arabian Sea was controlled by the Kunyalis with their tiny vessels. കൊച്ചു കൊച്ചു വള്ളങ്ങൾ, പത്തേമാരികളിലൂടെ ശ്രീലങ്ക മുതൽ കാംപെ കച്ച് വരെയുള്ള അറേബ്യൻ സമുദ്രത്തെ നിയന്ത്രിച്ചിരുന്നത് കുഞ്ഞാലിമാരായിരുന്നു. അവിടേക്കാണ് പോർച്ചുഗീസുകാർ പീരങ്കി കൊണ്ടുവരുന്നത്. ഇതിൽ ധീരോദാത്തമായ സമരമാണ് നടക്കുന്നത്. സമരത്തിന്റെ അവസാനം സാമൂതിരിയെ കുഞ്ഞാലിയെ വഞ്ചിച്ചു, ചതിച്ചുവെന്നും കുഞ്ഞാലിയെ പിടിച്ചുകെട്ടി കൊണ്ടുപോയി എന്നും ഗോവയിൽ കൊണ്ടുചെന്ന് അദ്ദേഹത്തിന്റെ കഴുത്തറത്ത് 4 കഷ്ണമാക്കി ശരീരത്തെ ഉപ്പിലിട്ട് ഉണക്കി കണ്ണൂർ കൊണ്ടുവന്ന് കണ്ണൂർ കോട്ടയിൽ, പോർച്ചുഗീസുകാരുടെ കണ്ണൂർ കോട്ടയിൽ കൊണ്ട് പ്രദർശിപ്പിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. So Kunyali was the first martyr leader. നമ്മൾ പിൽക്കാലത്ത് പഴശ്ശി രാജാവിനെയും പാലിയത്തച്ഛനെയും വേലുത്തമ്പിയെയും ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലെയും ആൾക്കാരെയും രക്തസാക്ഷികളായിട്ടും ധീരദേശാഭിമാനികളായും വാഴ്ത്തുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം, മലബാറിലെ തീരത്ത്, ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യന്മാരെത്തുന്ന മലബാർ തീരത്താണ്. അവിടെ അദ്ദേഹത്തെ അല്ലെങ്കിൽ യൂറോപ്യന്മാരെ എതിർക്കുന്നതിന് വേണ്ടി, പ്രതിരോധിക്കുന്നതിന് വേണ്ടി കോട്ട കെട്ടി ആയുധം സഹിതത്ത്
ജനങ്ങളെ അണിനിരത്തി സായുധരാക്കി യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്താൻ ശ്രമിച്ചത് മുസ്ലിങ്ങളാണ്. അവരുടെ നേതാവായിരുന്നു കുഞ്ഞാലി മരക്കാർ. ആ കുഞ്ഞാലിയാണ് ഹി വാസ് ദ ഫസ്റ്റ് മാർട്ടിയർ ഓഫ് ദി ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. But inevitably the Portuguese and Dutch had to confront with each other to control market. കേരളത്തിന്റെ കമ്പോളം, ഇന്ത്യയിലെ കമ്പോളം കൈയടക്കുന്നതിന് വേണ്ടി പോർച്ചുഗീസുകാർക്കും ഡച്ചുകാർക്കും തമ്മിൽ ഏറ്റുമുട്ടേണ്ടി വന്നു. പോർച്ചുഗീസുകാരുടെ കോട്ടകൾ, അവരുടെ താവളങ്ങൾ ഡച്ചുകാർ പിടിക്കും, ഡച്ചുകാരുടെ നിയന്ത്രണത്തിൽ പോർച്ചുഗീസുകാർ പിടിക്കും. അങ്ങനെയുള്ള സമരങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതിലേക്ക് സൗകര്യത്തിന് വേണ്ടി കേരളത്തിലെ കൊച്ചു കൊച്ചു നാട്ടുരാജാക്കന്മാരെ ഇവർ നിയന്ത്രണത്തിലാക്കുകയും കൈവശപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഭീഷണിപ്പെടുത്തിയും നയോപായങ്ങളിലൂടെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ ഭയകൗടില്യ ലോഭങ്ങളിലൂടെ കേരളീയരെ രാജാക്കന്മാരെ കൈയടക്കാൻ അല്ലെങ്കിൽ കൈവശപ്പെടുത്താൻ അല്ലെങ്കിൽ കീഴടക്കാൻ ഈ പോർച്ചുഗീസുകാർ ശ്രമിച്ചിരുന്നു. ആ യുദ്ധങ്ങളെല്ലാം നടക്കുന്നത് 17ാം നൂറ്റാണ്ടിലാണ്. ഫ്രം 1600 to 17th century. കൊച്ചു കൊച്ചു നാടുകളായി കേരളം, പൊളിറ്റിക്കലി കേരള വാസ് പാർട്ടീഷൻഡ് among, divided among several nadus or several princes among naduwais. അങ്ങ് വടക്കേറ്റത്ത് കോലത്ത് നാട്, പിന്നെ കടത്തനാട്, ഏറനാട് എന്നിട്ട് സാമൂതിരിയുടെ ഏറനാട്, തൊട്ടിപ്പുറത്ത് വള്ളുവനാട്, കൊച്ചി എന്ന് പറയുന്ന പെരുമ്പടപ്പ്, പാലക്കാട് കൊല്ലങ്കോട്, പിന്നെ തിരുവിതാംകൂറാക്കി പിന്നീട് മാറ്റിയ വേണാട്, ദേശിങ്ങനാട്, ഇളയടത്ത് സ്വരൂപം, തെക്കുംകൂറ്, വടക്കുംകൂറ്, ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങളായി മാർത്ത, കായംകുളം എന്നൊക്കെ പറയുന്ന കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങളായി കേരളം വിഭജിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. ഇങ്ങനെ കൊച്ചു കൊച്ചായി വിഭജിക്കപ്പെട്ട് കിടക്കുകയായിരുന്നുവെങ്കിലും കേരളത്തിന്റെ സാമ്പത്തിക ക്രമം ഞാൻ പറയുന്നത് ഭൂവുടമ ബന്ധങ്ങൾ അന്നേക്ക് രൂപപ്പെട്ടിരുന്നു. ആ ഭൂവുടമ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ സർവ്വസാധാരണമായി പറഞ്ഞു വരുന്ന പേരുകൾ തന്നെയാണ്. മലയാള ഭാഷയിൽ പുതിയ പദങ്ങൾ ഉണ്ടായത് ഈ ഭൂബന്ധങ്ങളെ ആശ്രയിച്ചാണ്. ലാൻഡ് റിലേഷൻസിനെ പ്രതിലാണ്. നമുക്കിപ്പോ ഭൂബന്ധങ്ങളുടെ കാര്യം പറയുന്നുണ്ടല്ലോ, ഒറ്റി, പാട്ടം, കുഴിക്കാണം, ജന്മം, കാണം എന്നൊക്കെ പറയുന്ന മലയാള ഭാഷയിലെ ഭൂസംബന്ധമായ രേഖകൾ പറയുമ്പോഴൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യം, അതൊക്കെ രൂപപ്പെട്ടു വന്നത് 10, 12, 11, 10, 11, 12 നൂറ്റാണ്ടുകളിലൂടെയാണ്. അത് 17ാം നൂറ്റാണ്ടാവുമ്പോഴേക്കും വേറൊരു രൂപത്തിൽ വരുന്നു. കേരളത്തിന്റെ സാമൂഹ്യ ഘടന കൃത്യമായി രൂപപ്പെട്ടിരുന്നു. പിന്നീട് പിൽക്കാലത്ത് EMS വിളിച്ച ജാതി, ജന്മി, നാടുവാഴി വ്യവസ്ഥ എന്ന് പറയുന്നു. ദേവസ്വം, ബ്രഹ്മസ്വം, പണ്ടാരവക എന്ന് പറയുന്ന മൂന്ന് തരത്തിലുള്ള ഭൂബന്ധങ്ങൾ ഇവിടെ രൂപപ്പെട്ടു വന്നിരുന്നു. അത് 17ാം നൂറ്റാണ്ടിൽ ശക്തമായി തുടരുന്നു. അതിൻ്റെതായ രൂപത്തിൽ ഭാഷയും സാഹിത്യവും വികസിച്ചു. മലയാള ഭാഷ അതിനു മുന്നേ സ്വത്വം കൈവരിച്ചിരുന്നു, പൂർണ്ണമായി വന്നിരുന്നു. എഴുത്തച്ഛന്റെ കാലം മുതൽ ആധുനിക മലയാളം രംഗത്ത് വന്നു. എഴുത്തച്ഛനും അതിനെ തൊട്ടുമുമ്പ് ചെറുശ്ശേരിയും പൂന്താനവും കൂടി മലയാള ഭാഷയെ ചിട്ടപ്പെടുത്തി കഴിഞ്ഞിരുന്നു. പക്ഷെ എഴുത്തച്ഛനിലൂടെയും ഈ കവികളിലൂടെയൊക്കെ രംഗത്ത് വന്നത് വൈദിക ദർശനവും വൈദിക സാഹിത്യവുമായിരുന്നു. എഴുത്തച്ഛന്റെയും ചെറുശ്ശേരിയുടെയും പൂന്താനത്തിന്റെയും കൃതികൾ സംസ്കൃത ഭാഷയിലൂടെ എത്തിയ വൈദിക സാഹിത്യവും വൈദിക ദർശനങ്ങളെയും മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. അവരെയൊക്കെ ഭക്തി കവികൾ എന്നാണ്, ഭക്തി പ്രസ്ഥാനത്തിന്റെ ആൾക്കാരെന്നാണ് പറയുന്നത്. ആ ഭക്തി പ്രസ്ഥാനത്തിന്റെ ആൾക്കാരായ അവർ തന്നെ വൈദിക ദർശനത്തെ ജനകീയമാക്കുന്നതിൽ വിജയിച്ചു. വൈദിക സാഹിത്യം പഠിക്കാൻ, സംസ്കൃത സാഹിത്യം പഠിക്കാൻ അർഹതയില്ലാത്തവരെ പോലും സംസ്കൃത സാഹിത്യത്തിലൂടെ അല്ലെങ്കിൽ ഭക്തി പ്രസ്ഥാനത്തിലൂടെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞു. അങ്ങനെ ഭക്തി പ്രസ്ഥാനം സംസ്കൃത സാഹിത്യത്തെയും സംസ്കൃത ദർശനത്തെയും അല്ലെങ്കിൽ വൈദിക ദർശനത്തെയും ജനകീയമാക്കി.
അത് സംഭവിക്കുന്നത് 15, 16 നൂറ്റാണ്ടുകളിൽ. 17-ാം നൂറ്റാണ്ടിൽ അത് പൂർണ്ണമായി കഴിഞ്ഞു. പക്ഷെ 17-ാം നൂറ്റാണ്ടിൽ പുതിയ ചില സാഹചര്യങ്ങൾ രംഗത്ത് വരുന്നു. എന്താണ് 17-ാം നൂറ്റാണ്ടിന്റെ സവിശേഷ സാഹചര്യം? ഭക്തി സാഹിത്യം ജനകീയമാക്കിയ വൈദിക ദർശനവും ആ വൈദിക ദർശനവും സംസ്കൃത ഭാഷയും കൂടെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ബ്രാഹ്മണ മതവും മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ അകറ്റിവിടുകയായിരുന്നു. സാധാരണ ജനങ്ങൾക്ക് അത് അപ്രാപ്യമായിരുന്നു. Sanskrit was not permitted to be learned. The common people were not admitted into the temples of the Brahmanical gods. ഏതാണ് ഈ Brahmanical gods? 3 streams were there. ശൈവ, വൈഷ്ണവ, ശാക്തേയ. ജൈവ മതത്തിന്റെയും വൈഷ്ണവ മതത്തിന്റെയും ശാക്തേയ, ശക്തി എന്ന് വെച്ചാൽ ശക്തി, ദേവി. അങ്ങനെ 3 ധാരകളുമായിട്ടാണ് ഈ ബ്രാഹ്മണ ദർശനം, വൈദിക ദർശനം സംസ്കൃത ഭാഷയിലൂടെ, ഏത് ദർശനമായിരുന്നാലും ഏത് ജ്ഞാനമായിരുന്നാലും അത് വികിരണം ചെയ്യുന്നതിന് ഒരു ഭാഷ ആവശ്യമാണ്. നമുക്ക് ഭാഷയിലൂടെ അല്ലാതെ ചിന്തിക്കാൻ കഴിയില്ല, ഭാഷയിലൂടെ അല്ലാതെ അതിനെ പ്രകടിപ്പിക്കാനും സാധിക്കില്ല. വൈദിക ദർശനം സംസ്കൃത ഭാഷയിലൂടെയാണ് വന്നത്. But before that, Sanskrit was known to the Indians, to the Keralites. Sanskrit was very familiar to the Malayalis. That was brought in by the Buddhists. The Buddha praise, Bodhisattvas. അവരിലൂടെയാണ് സംസ്കൃത ദർശനം, ബുദ്ധ ദർശനം, മലയാള ലിപി രൂപപ്പെട്ടു വന്നത്. നമ്മൾ ഇന്ന് എഴുതാൻ ഉപയോഗിക്കുന്ന മലയാള ലിപിയുടെ ആദ്യ രൂപങ്ങൾ അശോകന്റെ ശിലാശാസനങ്ങൾ കഴിയുന്ന ബ്രാഹ്മി ലിപിയുടെ പരിണത രൂപങ്ങളാണ്, അതിന്റെ പരിഷ്കരിച്ച രൂപങ്ങളാണ്. അശോകന്റെ കാലം കഴിയുമ്പോഴേക്ക് തന്നെ സംസ്കൃതം അല്ലെങ്കിൽ അശോകൻ ബ്രാഹ്മിക്ക് സമാനമായിട്ട് ഒരു തെക്കൻ ബ്രാഹ്മി, ദക്കിനി ബ്രാഹ്മി ഉണ്ടായിരുന്നു, സദേൺ ബ്രാഹ്മി. ഇറ്റ് വാസ് ഫ്രം ദി സദേൺ ബ്രാഹ്മി ദാറ്റ് ദി സദേൺ ഇന്ത്യൻ ലാംഗ്വേജ്, സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജിലേക്ക് തെലുഗു, കന്നഡ, തമിഴ്, മലയാളം എക്സെട്ര ഹാഡ് ഡെവലപ്ഡ് ദെയർ ഓൺ സ്ക്രിപ്റ്റ്. ഈ ഭാഷകളുടെ ലിപി ഉണ്ടാക്കിയെടുത്തത് തെക്കൻ ബ്രാഹ്മി എന്നാണ്. ആ തെക്കൻ ബ്രാഹ്മി അല്ലെങ്കിൽ ബ്രാഹ്മി ലിപിയിലൂടെയും പ്രാകൃത ഭാഷയിലൂടെയാണ് അവർ ബുദ്ധിസ്റ്റുകൾ, ബുദ്ധമതക്കാരും വന്ന കച്ചവടക്കാരുടെ കൂടെയാണ്. പിൽക്കാലത്ത് ബ്രാഹ്മണ മതം എത്തിയതും കച്ചവടക്കാരുടെ കൂടെയാണ്. പലതരത്തിലുള്ള കുടിയേറ്റങ്ങൾ ഉണ്ടായി. വടക്ക് കൊങ്കണ തീരം വഴിയും വാളയാർ ചുരം വഴിയും സഹ്യാദ്രിയിലെ കൊച്ചു കൊച്ചു ചുരങ്ങൾ വഴിയും തെക്കേറ്റത്ത് വാളയുടെ ആലുവ മൊഴി വഴിയും ഈ ബ്രാഹ്മണ കുടിയേറ്റം എന്ന് വെച്ചാൽ കച്ചവടക്കാരുടെ സംഘം കേരളത്തിലേക്ക് എത്തുന്നു. അവരുടെ കൂടെ ഈ ദർശനങ്ങളും വരുന്നു. So Sanskrit was known to the Keralites through Buddhist praise. പക്ഷേ അവർ ഇവിടെ ഒരു ദേവന്മാരെ കുടിയിരുത്തിയില്ല. They did not bring any religion. They did not bring any deity. They did not bring any god here. ദൈവമില്ലാത്ത മതമാണ് ബുദ്ധമതം. ഈശ്വര ആരാധനയോ കൃത്യമായ ആചാര അനുഷ്ഠാനങ്ങളോ ഒന്നുമില്ലാത്തതാണ് ബുദ്ധ ദർശനം. അതുകൊണ്ടാണ് അതിനെ അഷ്ടാംഗ ദർശനങ്ങൾ എന്ന് പറയുന്നത്, അഷ്ടദർശനം. ആ അഷ്ടദർശനം ഉപയോഗിച്ചിരുന്ന ബുദ്ധഭിക്ഷുക്കൾ ഉണ്ടായിരുന്നു. ആ ബുദ്ധഭിക്ഷുക്കളാണ് കേരളത്തിന്റെ ജനജീവിതം, സാമൂഹ്യ ജീവിതം, ആരോഗ്യ ജീവിതം, എഴുത്തുവിദ്യ, ജ്യോതിശാസ്ത്ര, ഗണിതം ഇവയൊക്കെ രൂപപ്പെടുത്തിയെടുത്തത്. അതൊക്കെ കേരളത്തിന്റെ തനതായ സംഭാവനകൾ മാറിയത് കേരളത്തിലെ ബുദ്ധഭിക്ഷുക്കളാണ്. ബുദ്ധമതം സ്വീകരിച്ച കേരളത്തിലെ ആൾക്കാർ അവര് വികസിപ്പിച്ചെടുത്തതാണ്. അങ്ങനെ അവര് വികസിപ്പിച്ചെടുത്തത് കൊണ്ടാണ് ഡച്ചുകാർക്ക് ഒരു ഹോർത്തുസ് മലബാറിക്കസ് ഉണ്ടാക്കാൻ സാധിച്ചത്. 17-ാം നൂറ്റാണ്ടിൽ കൊച്ചിയിലെ ഡച്ച് ഗവർണർ ആയിരുന്ന വാൻ റീഡിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയതാണ് കേരളത്തിലെ സസ്യജാലങ്ങളെ കുറിച്ചുള്ള മഹത്തായ ഗ്രന്ഥം ഹോർത്തുസ് മലബാറിക്കസ്, compiled by Van Reed with the help of native pundits, native scholars, of whom there was an Eedava Pandit called Itti Achudan. Itti Achudan ഈഴവനാണ്. ഈഴവൻ അങ്ങനെ സംസ്കൃതം പഠിക്കാൻ കിട്ടും? വൈദിക ദർശനം അനുസരിച്ചാണെങ്കിൽ
അവർണ ജാതിയിൽപ്പെട്ടവർക്ക് പിന്നെ ഇതൊന്നും പഠിക്കാൻ പറ്റില്ല. ശൂദ്രനക്ഷര സംയുക്തം ദുരിതം പരിവർജിയെ. Those who learn Sanskrit shall be kept away, kept aloof, kept away. അവരെ ആട്ടി ഓടിക്കണം എന്നാണ്. അങ്ങനെ ആട്ടി ഓടിക്കപ്പെടേണ്ട അവർണ ജാതിയിൽപ്പെടുന്ന ഈഴവരാതി പിന്നോക്കക്കാർക്ക് എങ്ങനെ സംസ്കൃതം പഠിക്കാൻ സാധിച്ചു? അവരെ സംസ്കൃതം പഠിപ്പിച്ച ബുദ്ധഭിക്ഷുക്കളാണ്. ബുദ്ധിസ്റ്റ് അല്ലെങ്കിൽ ബുദ്ധ ധാരയിലൂടെ, ബുദ്ധ ദർശനത്തിലൂടെയാണ് ഈ സംസ്കൃതവും മറ്റു ഭാഷകളും കേരളത്തിലേക്ക് എത്തിയത്. അവരാണ് കേരളത്തിന് ചിട്ടയായ സാമൂഹ്യ ജീവിതം പോലുള്ള അഷ്ടാംഗ മാർഗമാണ് ചിട്ടയായ ജീവിതം. സാമ്പത്തിക, വാണിജ്യ എല്ലാ രംഗങ്ങളിലും, ഭാഷയിലും സാഹിത്യത്തിലും ഒക്കെ അവരുടെ സംഭാവനകൾ തനതായിട്ടുണ്ടായിരുന്നതാണ്. അത്തരത്തിൽ അവരെ ഇങ്ങനെ ജനജീവിതത്തെ ഉപദേശിച്ചവർ, ജനജീവിതത്തെ ശാസിച്ചവർ, ശാസിക്കുക എന്ന് വെച്ചാൽ ഉപദേശിക്കുക എന്നാണ്. അങ്ങനെ ശാസിച്ചവർ ശാസ്താവായി, ശാസ്താക്കളായി. മനുഷ്യപ്രകൃതിയാണ്. മഹാന്മാരെന്ന് തോന്നുന്നവരെ ചിലപ്പോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ മരണശേഷം അവരെ ദൈവികത്വം കൽപ്പിച്ച് ആരാധനാ മൂർത്തികളാക്കാറുണ്ട്. അങ്ങനെ ആരാധനാ മൂർത്തികൾ ഉണ്ടായി, ശാസ്താക്കന്മാരുണ്ടായി. അങ്ങനെയാണ് ഈ ശാസ്ത്ര സങ്കല്പം കേരളത്തിൽ വികസിക്കുന്നത്. പ്രാദേശികമായി ഒരുപാട് കൂട്ടിച്ചേർക്കലുകളുണ്ട്. വനമേഖലയിലെ കാട്ടിലെ ദേവന്മാർ, മല ദൈവങ്ങൾ ഉണ്ടാവും, അവരൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു ചിട്ടപ്പടിയ ജീവിതം വന്നു. ഇതിലേക്കാണ് ഈ വൈദിക ദർശനവും സംസ്കൃത ഭാഷയും കൂടെ വരുന്നത്. ചരിത്രകാരന്മാർ പലരും പറയുന്നില്ല വൻതോതിലുള്ള ബ്രാഹ്മണ കുടിയേറ്റമൊന്നും ഉണ്ടായിട്ടില്ല. There was no invasion. There was a large scale migration of the Brahmin people to Kerala. വന്നത് കുറെ കച്ചവടക്കാർ, കൊങ്കണികളായിട്ടും പട്ടുമാരായിട്ടും കെട്ടിയാർമാരായിട്ടും കുറെ പേരൂടെ വന്നിട്ടുണ്ടാവും. അവരുടെ സംസ്കൃതവും ദർശനവും വന്നു. ആ സംസ്കൃതവും ദർശനവും ഇവിടത്തെ ആൾക്കാരെ സ്വീകരിപ്പിച്ചു. അങ്ങനെ ഇവിടത്തെ ആൾക്കാർ സ്വീകരിച്ചപ്പോൾ അവര് ബ്രാഹ്മണരായി. അല്ലാതെ ബ്രാഹ്മണരല്ല ഉത്തരേന്ത്യയിൽ നിന്ന് വന്നവരാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് അടിസ്ഥാനരഹിതമാണ്, ചരിത്രരഹിതമാണ്. എങ്ങനെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം അറബികളുടെ സന്തതികളാണെന്നോ, ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെല്ലാം യേശുവിന്റെ 12 ഒരാൾ ആത്മഹത്യ ചെയ്തു പോയി 11 ശിഷ്യന്മാരുടെ പിൻഗാമികളാണെന്നോ, അവർക്ക് സിറിയക്കാരാണെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രദേശത്തുകാരാണോ റോമക്കാരാണെന്നോ പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ലാത്തതുപോലെ ഇവിടത്തെ ആൾക്കാർ സഹ്യനപ്പുറത്തും അറബിക്കടലിനപ്പുറത്തുമുള്ള അപ്പുറത്തുനിന്നും എത്തിയ ദർശനങ്ങളെയും സാഹിത്യത്തെയും സ്വീകരിച്ച് അവര് അതിനെ തനതാക്കുകയായിരുന്നു, തദ്ദേശീയമാക്കുകയായിരുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ജർമ്മനിയിലെ മാർക്സിന്റെ സന്തതികളല്ല എന്ന് പറയുന്നത് പോലെ വളരെ ശരിയാണ്. കേരളത്തിലെ മുസ്ലിങ്ങളും അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളും അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളും ഒന്നും വിദേശികളുടെ ഇവിടത്തെ ആൾക്കാർ അത് സ്വീകരിച്ചതാണ്. അപ്പൊ കേരളത്തിലെ ബ്രാഹ്മണരിൽ നല്ലൊരു കൂട്ടം മലയാളി ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഇവിടത്തെ ആൾക്കാർ തന്നെയാണ്. They adopted the Vedic culture, the Vedic social orders, etc. And very closely and very cleverly, very slowly and very cleverly, they controlled the wealth of Kerala. Control the wealth means the land mass. അന്നത്തെ നില ഇലക്കാലത്തെ ഇന്നത്തെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞ ഭൂമിയാണ്. ആ ഭൂമി അവർ നിയന്ത്രിച്ചത് ഭൂമി ദേവന്റെ പേരിലാണ് നിയന്ത്രിച്ചത്. ദേവന്റെ പേരിലുള്ള ഭൂമി ദേവസ്വം. പൂജാരിക്ക് ചെലവ് വേണം, പൂജാരിയുടെ പേരിലുള്ളത് ബ്രഹ്മസ്വം. ബ്രാഹ്മണന്റെ പേരിലുള്ള അല്ല ഭൂമി ബ്രഹ്മസ്വം ഭൂമി എന്ന് പറഞ്ഞ എല്ലാ ബ്രാഹ്മണർക്കും ഭൂമി കിട്ടിയിരുന്നില്ല. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ ഊരാൺമയായിട്ടോ തന്ത്രിയായിട്ടോ വന്നിട്ടുള്ള പൂജാരി കുടുംബത്തിൽപ്പെട്ടവർക്ക് മാത്രമേ ഭൂമി ലഭിച്ചിരുന്നുള്ളൂ. അതിനെയാണ് ബ്രഹ്മസ്വം എന്ന് പറയുന്നത്. ഇതിന് നടത്തിപ്പിന് വേണ്ട സഹായം ചെയ്തു കൊടുത്ത് അല്ലെങ്കിൽ ഇതിനപ്പുറമുള്ള ഭൂമിയെല്ലാം രാഷ്ട്രത്തിന്റെ ഭൂമിയായി, നാടുവാഴിയുടെ ഭൂമിയായി കണക്കാക്കിയിരുന്നതിനെ പണ്ടാരവക എന്ന് പറയും. പണ്ടാരവക എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഉച്ചാരണ പെശകാണ്. നമുക്കറിയാം നമ്മുടെ മലയാള ഭാഷയിൽ സ്വരാക്ഷരങ്ങൾ കഴിഞ്ഞാൽ വ്യഞ്ജനാക്ഷരങ്ങൾ 5 വീതമുണ്ട്. അങ്ങനത്തെ 5 വ്യഞ്ജനങ്ങളുണ്ട്. അങ്ങനെ 25 അക്ഷരങ്ങളുണ്ട്. അപ്പൊ അതിൽ ഖരം, അധികരം, മൃദു, ഘോഷം, അനുനാസികം എന്ന് പറയുന്ന ഉച്ചാരണങ്ങളുണ്ട്. പക്ഷെ തമിഴ് ഭാഷയിൽ ഈ 5 അക്ഷരങ്ങളില്ല. അവിടെ ഖരവും അനുനാസികവും മാത്രമേ ഉള്ളൂ. ഇടയ്ക്കുള്ള അധികരം, മൃദു, ഘോഷം എന്ന് പറയുന്ന 3 അക്ഷരങ്ങൾ തമിഴ് ഭാഷയിലില്ല. അപ്പൊ തമിഴിന്റെ സ്വാധീനത്തിൽപ്പെട്ട് ഭണ്ഡാരം എന്ന് പറയേണ്ടതിനെ പണ്ടാരം എന്ന് പറയും.
ഭണ്ഡാരം എന്ന് വെച്ചാൽ ട്രഷറി എന്നാണ്. അപ്പൊ ട്രഷറിയിലേക്ക് വരുന്ന പണം, ട്രഷറിയുടെ വക, ഭണ്ഡാരത്തിന്റെ വക, അത് ഭണ്ഡാര വകയായി പരിണമിച്ചത്. സോ ലാൻഡ് വാസ് പാർട്ടീഷൻഡ് among 3 authorities: the god, the priest and the ruler, political head. ദേവസ്വം, ബ്രഹ്മസ്വം, ഭണ്ഡാരം. And it was declared to be owned by them. എന്തുകൊണ്ട് കേരള സമൂഹത്തിൽ ബ്രാഹ്മണ സമൂഹത്തിന് മേൽക്കൈ കിട്ടി? എന്തുകൊണ്ട് അവർ പ്രത്യേക പദവി അവകാശപ്പെട്ടു? അത് അംഗീകരിക്കാൻ മറ്റുള്ളവർ തയ്യാറായി? നിരക്ഷരരായിരുന്നിട്ട് പോലും, many of them were, maybe majority of them were illiterate. വൈദിക ഗ്രന്ഥങ്ങൾ മനഃപ്പാഠമാക്കിയിട്ടുണ്ടാവാം, കാണാപ്പാഠമാക്കിയിട്ടുണ്ടാവാം. ആദ്യന്തം പറയാൻ, ആദ്യന്തം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംഗീതം പഠിക്കുന്നവർ സരിഗമ സപ്തം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോഹണ അവരോഹണ ക്രമത്തിൽ പറയുന്നത് പോലെ വൈദിക ദർശനങ്ങളോ അല്ലെങ്കിൽ ഋഗ്വേദ സൂക്തങ്ങളോ യജുർവേദ സൂക്തങ്ങളോ കാണാതെ പഠിച്ചിട്ടുണ്ടാവും, മനഃപ്പാഠമാക്കിയിട്ടുണ്ടാവാം, അർത്ഥമറിയാതെ പറഞ്ഞു നടന്നിട്ടുണ്ടാവാം. പക്ഷെ അവർക്ക് സമൂഹത്തിൽ എന്തുകൊണ്ട് മേൽക്കൈ കിട്ടി? മേൽക്കൈ കിട്ടാനുള്ള കാരണം അവരുടെ സത്യത്തിന്റെ ഭൂരിഭാഗം, സിംഹഭാഗവും അവരുടെ കയ്യിലായി. The lion's share of the Kerala landed wealth was controlled by them as owned by the gods, ദേവസ്വം and ബ്രഹ്മസ്വം. ദേവസ്വവും ബ്രഹ്മസ്വവും ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ കേരളത്തിലെ പുരയിടത്തിന്റെയും നിലത്തിന്റെയും ഭൂരിപക്ഷവും അവരെ കയ്യിലായി. കേരളം നിലവും പുരയിടം നിലവും, നമ്മുടെ ഭൂകൃഷിയെ പറ്റി പറയുന്ന നിലവും നിലവും പുരയിടവും ഒന്നാണ്. നെൽകൃഷിക്കുള്ളത് നിലം, കരകൃഷിക്കുള്ളത് പുരയിടം. ഇത് രണ്ടും അപ്പുറമുള്ള കാടാണ്. കാട്, നാട് എന്നായിരുന്നു പേര്. കാടെന്ന് വെച്ചാൽ കൃഷിക്ക് ഉപയോഗമില്ലാത്ത വന്യമൃഗങ്ങൾ താമസിക്കുന്നത്. നാട് എന്ന് പറയുന്നത് കാടിനെ വെട്ടിത്തെളിച്ച് കൃഷിക്ക് ഉപയുക്തമാക്കിയത്. ഈ നാട്ടിനെയാണ് മൂന്നായിട്ട് വീതം വെച്ചത്: ദേവസ്വം, ബ്രഹ്മസ്വം, ഭണ്ഡാരവക. ദേവസ്വവും ബ്രഹ്മസ്വവും നിയന്ത്രിക്കുന്നത് പുരോഹിതന്മാരാണ്. ദേവം മിണ്ടാപ്രാണിയാണ്. അദ്ദേഹം ക്ഷേത്രത്തിനകത്ത് കിടക്കുകയാണ്. അദ്ദേഹത്തെ പുറത്തു പോകാൻ സമ്മതിക്കില്ല. ആമത്താഴിട്ട് പൂട്ടിയ ക്ഷേത്ര ഗോപുരത്തിനകത്താണ് ദേവന്മാരുടെ ഇംഗിതം എന്താണെന്ന് ഗണിച്ചു പറയുന്നവരാണ് ബ്രാഹ്മണർ. ദേവഹിതം ജനങ്ങളെ അറിയിക്കുന്നവരാണ് ബ്രാഹ്മണർ. അതുകൊണ്ട് ദേവന്റെ സ്വത്തും ബ്രാഹ്മണന്റെ സ്വത്തും ഒരുമിച്ചായപ്പോൾ അവർക്ക് മേൽക്കൈ കിട്ടി, സാമ്പത്തികമായ മേൽക്കൈ. അവരുടെ ഈ മേൽക്കൈയെ ഘട്ടം വെച്ച സമ്പത്തും അധികാരവും ഒരുമിച്ച് കേന്ദ്രീകരിക്കും. Wealth and power joined together, connected together. That became a major power. Throughout history, wealth and politics, wealth and power always stood together. It was all controlled by a minority at the expense of the majority. They were exploiting the labor power of the vast majority of the people. നോക്കൂ, കേരളത്തിന്റെ അവസ്ഥ നോക്കൂ. ഭൂരിപക്ഷം കൃഷിക്ക് ഉപയുക്തമായ നിലം, പുരയിടം, ഭൂമിയുടെ സിംഹഭാഗവും കൈവശം വയ്ക്കുന്നത് ദേവസ്വം, ബ്രഹ്മസ്വം. ബാക്കി കുറച്ചുള്ളത് ഭണ്ഡാരവക എന്ന പേരിൽ. But who cultivated the land? Who cultivated the land? No god ever plowed a land. No Brahmin ever plowed a land. No ruler ever plowed a land. ഒരു ദേവനും ഒരു പൂജാരിയും ഒരു രാജാവും കേരളത്തിലെ ഭൂമി ഉഴുതു മറിച്ചിട്ടില്ല, വിത്ത് വിതച്ചിട്ടില്ല. അവർക്കത് അറിയില്ല. അവർ മറ്റുള്ളവരുടെ അധ്വാന ശേഷിയെ ആവാഹിച്ച് വിനിമയം ചെയ്ത്, അത് ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ ചൂഷണം ചെയ്ത് ജീവിച്ചിട്ടേ ഉള്ളൂ. ദേവസ്വം ഭൂമിയായാലും ബ്രഹ്മസ്വം ഭൂമിയായാലും ഭണ്ഡാരവക ഭൂമിയായാലും കൃഷി ചെയ്തിരുന്നത് ഈ ക്ഷേത്രങ്ങളിലും ക്ഷേത്രവക സ്വത്തുകളിലും പ്രവേശനമില്ലാത്ത മറ്റു ജനങ്ങളാണ്. അപ്പൊ സമ്പത്തുള്ളവരെന്നും സമ്പത്തില്ലാത്തവരെന്നും ഒക്കെ വിഭജിക്കായവരെ. സമ്പത്തുള്ളവർ സവർണരായി, സമ്പത്തില്ലാത്തവർ അവർണരായി.
സവർണ ന്യൂനപക്ഷം, അവർണർ ഭൂരിപക്ഷം. കേരളത്തിൽ അന്നേ വരെ കേട്ടുകേൾവില്ലാത്തൊരു പുതിയ സമ്പ്രദായമാണ് വൈദിക ദർശനത്തിലൂടെയും സംസ്കൃത ഭാഷയിലൂടെയും കേരളത്തിൽ അടിച്ചേൽപ്പിച്ചത്. അതൊരു സ്വാധീനമായിരുന്നു. അങ്ങനത്തെ ഒരു ശക്തി കൊണ്ടുവന്നു. മഹാഭൂരിപക്ഷം ജനങ്ങളും അവർണരാണ്. അവർക്ക് സമ്പത്തിന്റെ ഇരിപ്പിടങ്ങളായ ക്ഷേത്രങ്ങളിലേക്കോ പൂജാരികളുടെ മഠങ്ങളിലേക്കോ ഇല്ലങ്ങളിലേക്കോ അല്ലെങ്കിൽ രാജകൊട്ടാരങ്ങളിലേക്കോ പ്രവേശനമില്ല. എന്നാൽ അവരെ മണ്ണിൽ അധ്വാനിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവരുടെ ഈ ദേവന്മാരുടെയും ഈ പൂജാരിമാരുടെയും ഈ രാജാക്കന്മാരുടെയും അമൃതത്തായി മാറിയത്. സമ്പത്തും അധികാരവും കൈവശം വെച്ചവൻ സവർണനും, സമ്പത്തും അധികാരവും കൈവശമില്ലാത്തവൻ, അത് നിഷേധിക്കപ്പെട്ടവൻ അവർണനും. അങ്ങനെയാണ് ഈ സവർണ അവർണ ബന്ധം വരുന്നത്. ഈ സവർണ അവർണ ബന്ധം എന്ന് പറയുന്നത് വൈദിക ദർശനത്തിലൂടെ എത്തിയതാണ്. അതിനു മുമ്പ് കേരളത്തിൽ അങ്ങനെ ഒരു ഏർപ്പാടില്ലായിരുന്നു. ഈ സവർണന്മാർ കൊണ്ടുവന്ന ഈ ത്രിമൂർത്തികൾ, ദേവകൾ, ആ ദേവകളുടെ പേരിൽ ഭൂമിയെല്ലാം മാറ്റുന്നു. കേരളത്തിലെ ഏറ്റവും പ്രബലനായ ആരാധനാമൂർത്തി ശാസ്താവും മഹാഭൂരിപക്ഷം ജനങ്ങളും അതിനെ ആദരിക്കുന്നവരുമായതുകൊണ്ട് ശാസ്താവിനെ അവർ അപഹരിച്ചെടുത്തു. സവർണന്മാർ കേരളത്തിന്റെ ദേവനായ ശാസ്താവിനെ അപഹരിച്ചെടുക്കുകയായിരുന്നു, അപ്രോപ്രിയേറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ അപ്രോപ്രിയേറ്റ് ചെയ്ത് ശാസ്താദേവനും ഭൂമി കൊടുത്തു. അവിടെയും പൂജാരിമാരായിട്ട് ബ്രാഹ്മണ പുരോഹിതന്മാർ വന്നു. ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു 17-ാം നൂറ്റാണ്ട് വരെ കേരളത്തിലെ സാഹിത്യവും കലകളും അരങ്ങേറിയിരുന്നത്. നോക്കൂ, നമ്മൾ കേരളത്തിന്റെ ഏറ്റവും വലിയ സവിശേഷമായ കലാരൂപങ്ങൾ എന്ന് പറയുന്ന കൃഷ്ണനാട്ടവും രാമനാട്ടവും മോഹിനിയാട്ടവും ഒക്കെ എവിടെയാണ് അരങ്ങേറിയിരുന്നത്? അത് അരങ്ങേറിയിരുന്ന ക്ഷേത്രങ്ങളിലാണ്. നമ്മൾ സോപാന സംഗീതം എന്ന് പറയുന്നത് അമ്പലപ്പടിയിൽ ഇരുന്നു കൊണ്ട് പാടുന്നതാണ് സോപാന സംഗീതം. വാദ്യമേളങ്ങളെല്ലാം തന്നെ ദേവനെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടി, തുകിലുണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് വന്ദിഗീതങ്ങൾ ഉണ്ടാക്കുന്നത്. പാടി ഉണർത്തുകയാണ് ദേവനെ, രാജാവിനെയും പാടി ഉണർത്തുകയാണ്. ഭക്തിയും ഫ്യൂഡലിസവും എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു ലേഖനത്തിൽ MGS നാരായണനും കേശവൻ വെളുത്താട്ടും കൂടി ചേർന്ന് എഴുതിയ ലേഖനമാണ്. അതിൽ ഇക്കാര്യങ്ങളൊക്കെ ദക്ഷിണേന്ത്യയിലെ തെക്കൻ ഇന്ത്യയിലെ അമ്പരചുംബികളായ മഹാക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പഠനമാണത്. ആ മഹാക്ഷേത്രങ്ങളിലൊക്കെ തന്നെ കാണാം ദേവന്മാരെ രാവിലെ ഉണർത്തുന്നത് പാട്ടുപാടി വാദ്യഘോഷങ്ങളോടുകൂടിയാണ്. കൊട്ടാരങ്ങളിലെ രാജാക്കന്മാരെയും രാവിലെ പാട്ടുപാടിയാണ്, അവരെയാണ് വന്ദികൾ എന്ന് പറയുന്നത്. അവർ പാടുന്ന ഗീതമാണ് വന്ദിഗീതങ്ങൾ. പാടി ഉണർത്തുകയാണ്. ഇത് സമാനതകളാണ്. കാരണം അധികാരം കൈയാളുന്നവരാണ്, സമ്പത്ത് കൈയാളുന്നവരാണ്. അതുകൊണ്ടാണ് അവരെ ഈ സവർണന്മാരെന്നത്. അതില്ലാത്തവന്മാർ അവർണന്മാർ. അവരുടെ കല, അവരുടെ സാഹിത്യമാണ് ക്ഷേത്രാങ്കണങ്ങളിലും പൂജാരി ഗൃഹങ്ങളിലും നാടുവാഴികളുടെ കൊട്ടാരങ്ങളിലും ഒക്കെ അരങ്ങേറിയത്. സാധാരണക്കാർക്ക് പ്രവേശനമില്ല. അതുകൊണ്ട് സാധാരണക്കാർക്ക് കലയോ സാഹിത്യമോ ഇല്ല എന്ന് പറയും. സാധാരണക്കാരൻ അവന്റെ ഭാഷയുണ്ട്. അവന്റെ ഭാഷയാണ് നാട്ടുഭാഷ. അവന്റെ ഭാഷയിലെ വാക്കുകളൊക്കെ തന്നെ ചിലപ്പോൾ ഈ സഭ്യമായി സവർണന്മാരുടെ ഭാഷയിൽ കാണില്ല. സവർണന്മാരാണ് മാനകീകരണം കൊണ്ടുവന്ന, മലയാള ഭാഷയ്ക്ക് ഏകീകരണം കൊണ്ടുവന്നത് ഈ ഭരണകർത്താക്കളാണ്. ബ്രാഹ്മണ വൈദിക ദർശനത്തിലൂടെയും അവരെ സഹായിച്ച രാജാക്കന്മാരുടെയും കൂടെയാണ് മാനകീകരണം മലയാള ഭാഷ എന്ന്. പക്ഷെ ആ മലയാള ഭാഷയല്ല നാട്ടുകാരുടെ ഭാഷ. അത് ഇന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് കേൾക്കാമല്ലോ. കേരളത്തിലെ പ്രാദേശിക ഭാഷ എന്ന് പറയുന്നത് നാട്ടുഭാഷ, ലോക്കൽ ഡയലക്ട് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്, വായ്മൊഴികൾ. അതൊന്നും തന്നെ നമ്മുടെ മാനകീകരിക്കപ്പെട്ട ഭാഷയിലില്ല. ഈ വായ്മൊഴികളിലൂടെ അവരുടെ സാഹിത്യമുണ്ട്, അവർക്ക് നൃത്തമുണ്ട്. നമ്മളതിനെ ആദിവാസി നൃത്തമെന്നോ അല്ലെങ്കിൽ നാട്ടുനൃത്തമോ കുറവൻ പാട്ടെന്നോ ഒക്കെ പാടി അപഹസിക്കുന്നുണ്ടാവാം. ഏതെങ്കിലും വിനോദസഞ്ചാരികളായി എത്തുന്നവരുടെ മുമ്പിൽ അരങ്ങേറ്റുന്നുണ്ടാവാം. പട്ടിണി അകറ്റാൻ വേണ്ടി കലാകാരന്മാരത് അവതരിപ്പിക്കുന്നുണ്ടാവാം. തങ്ങളൊരു കലാമൂല്യം അവതരിപ്പിച്ചല്ലോ എന്ന് ആത്മാർത്ഥമായി അവർ ആശ്വസിക്കുന്നുണ്ടാവാം. ബട്ട് they were denied any entry into the seat of wealth, into the seat of power. അതായിരുന്നു the situation of Kerala until the 17th century. തുഞ്ചൻ, ചെറുശ്ശേരി and Poontana. Though they learned for they sang for me, they wrote for the common people through this Vedic philosophy or Brahmanic philosophy.
They were essentially or they are inevitably propagating Vedic literature, Vedic language. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാധാരണ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സാധാരണക്കാരുടെ ആസ്വാദന ശേഷിയെ, സംവേദനക്ഷമതയെ ഉണർത്തിയെടുത്തത്, പ്രചോദിപ്പിച്ചത് നമ്പ്യാരായിരുന്നു. 18th century. Sorry, yes, 18th century. It was a deviation from the previous century. That means by the beginning of the 18th century, Malayalam language and literature enters a new field. Kerala also enters into a new political arena. പുതിയൊരു രാഷ്ട്രീയ ബന്ധത്തിലേക്ക്, രാഷ്ട്രീയ കേരളത്തിലേക്ക് പ്രവേശിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കോലത്തുനാട്, കടത്തനാട്, ഏറനാട് തുടങ്ങി ഇങ്ങേറ്റം വേണാട് വരെയുള്ള കൊച്ചു കൊച്ചു നാട്ടുരാജ്യങ്ങളായി കിടന്ന കേരളത്തെ 18ാം നൂറ്റാണ്ടിന്റെ മധ്യമാകുമ്പോഴേക്കും, that is up to 17th, say for example the middle 17th century, middle 18th century, Kerala was consolidated into 3 or 4 major political divisions. But before that, the British had appeared on the Indian coast, appeared on the Kerala coast. അവർക്ക് തലശ്ശേരിയിൽ കോട്ടയുണ്ടായി. 17ാം നൂറ്റാണ്ടിന്റെ 1680-കളാവുമ്പോഴേക്കും, 17ാം നൂറ്റാണ്ടിന്റെ അന്ത്യദശകമാവുമ്പോഴേക്കും, അല്ലെങ്കിൽ 1680-കളാവുമ്പോൾ ആറ്റിങ്ങൽ റാണിയുടെ അനുവാദത്തോടു കൂടി 5 തെങ്ങൾക്ക് കോട്ട കെട്ടാൻ അനുവാദം കിട്ടും. തൊട്ടു വടക്ക് പിന്നെ എടവായിലവർക്ക് കോട്ടയുണ്ട്, അപ്പുറത്ത് കൊല്ലത്തുണ്ട്. ഇതൊക്കെ പഴയ പോർച്ചുഗീസ് പ്രസിദ്ധങ്ങളായിരുന്നു, പിന്നീട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതാണ്. 18ാം നൂറ്റാണ്ടിന്റെ ആരംഭമാകുമ്പോഴേക്കും പോർച്ചുഗീസുകാർ നിശേഷം കേരള തീരത്ത് നിന്നും അപ്രത്യക്ഷമായിരുന്നു. They disappeared from the Kerala coast. The Dutch continued to have their presence because Sri Lanka, the old Ceylon, was under their control. ഇന്ത്യ തീരത്തോട് തൊട്ട് കിടക്കുന്ന ഏറ്റവും വലിയൊരു ദ്വീപായ ശ്രീലങ്ക, പഴയ സിലോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്, ഡച്ചുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു. അതുകൊണ്ട് കേരള തീരവുമായിട്ടും തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഇന്തോനേഷ്യ, അത് ഡച്ചുകാരുടെ കോളനിയായിരുന്നു. അവർക്ക് കേരള തീരത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സാന്നിധ്യം നിലനിർത്താൻ സാധിച്ചു. When the British came, they had to confront with the Dutch. In Europe also there was a confrontation between Dutch and English. This took place in the 18th century. It may be the reason why 18th century was started as the beginning of the syllabi for the case. രാഷ്ട്രീയമായിട്ട് എന്തൊരു കൺസോളിഡേഷൻ, എന്തൊരു ഏകീകരണമാണ് നടന്നതെന്ന് നോക്കാം. തെക്കേ അറ്റത്ത് കിടന്ന കൊച്ചു രാജ്യമാണ് വേണാട്. കേരളവും തമിഴ്നാടും തമ്മിൽ സഖ്യപർവ്വതം അറബിക്കടലിൽ വന്ന് മുട്ടുന്ന പ്രദേശമായ ആലുവാമൊഴി. അവിടെ കുറെ ദൂരം കരയങ്ങനെ കുന്നങ്ങനെ മാറിയിട്ട് ഇടവഴിയുണ്ട്, ഒരു മലമ്പാത. അതാണ് ആലുവാമൊഴി എന്ന് പറയുന്നത്. അരമ്പൊളി എന്ന് ഇംഗ്ലീഷുകാർ പറയുന്ന ആലുവായ് മൊഴി. ആ ആലുവായ് മൊഴി മുതൽ ഇങ്ങ് ആറ്റിങ്ങൽ വരെയുള്ള പ്രദേശമായിരുന്നു വേണാട്. വേണാട് എന്ന് പറയുന്ന നാടുവാഴിയെ താങ്ങി നിർത്തിയിരുന്ന മാടമ്പിമാരുണ്ടായിരുന്നു. ആ മാടമ്പിമാരെ എല്ലാം അനുഗ്രഹിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ദേവനുണ്ടായിരുന്നു തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം. The temple has a trust, a 9-member trust, which was called the Ettara Yoga. എട്ടര യോഗം, 9 മെമ്പേഴ്സ് ഉണ്ട്, 9 അംഗങ്ങളുണ്ട്. പക്ഷെ ഒരാള് അര സ്ഥാനം മാത്രമേ ഉള്ളൂ. കോഴിക്കോട്ട് തളി ക്ഷേത്രത്തിലെ 18 കവികളെ പോലെ 19 പേരുണ്ട്. 18 സംസ്കൃത കവിയും ഒരു മലയാള കവി. ആ മലയാള കവിക്ക് അര സ്ഥാനമേ ഉള്ളൂ, ഹാഫ് സ്റ്റാറ്റസ്. ഈ എട്ടര യോഗം എന്ന് പറയുന്നത് ടെമ്പിൾ ട്രസ്റ്റ്. 7 Brahmin priests, 1 Nair chieftain, and the 9th member was the Venad Moor. He had only half status. ഈ എട്ടര യോഗത്തിലെ അര വോട്ടിന്റെ ഉടമസ്ഥനാണ് വേണാട് രാജാവ്. 7 Brahmin priests, Pochis, 1 Nair
dominant, that is Karanatu Kurupu. And these trustees had their own landed property, plus the Padmanabha Swami temple had its own landed property, about 30,000 acres of land. തിരുവിതാംകൂറിൽ അല്ലെങ്കിൽ പഴയ വേണാടിൽ 30,000 ഏക്കർ ഭൂമിയുടെ ഉടമയായിരുന്നു പത്മനാഭസ്വാമി. കൂടാതെ 8 യോഗത്തിൽപ്പെട്ട 7 പോറ്റിമാർക്കും ഉണ്ട് അവരുടേതായ ഭൂസ്വത്ത്. അപ്പൊ വേണാടിലെ മിക്കവാറും കൃഷിഭൂമിയെല്ലാം പത്മനാഭന്റെയും ഈ പോറ്റിമാരുടെയുമാണ്. പത്മനാഭന്റെയും പോറ്റിമാരുടെയും ഭൂമി കൃഷി ചെയ്തിരുന്നത് അല്ലെങ്കിൽ അതിന്റെ മേൽനോട്ടക്കാരായി മാടമ്പിമാർ, 8 വീട്ടിൽ പിള്ളമാരും മാടമ്പിമാരും ഉണ്ടായിരുന്നു. മാടമ്പിമാരെന്ന് വെച്ചാൽ ലോക്കൽ ചീഫ്റ്റൻസ്, cultivators, that is agriculture. They had land property in the sense lease holders from land, from temples. അവർ വനവിഭവങ്ങളും കൃഷി വിഭവങ്ങളും ശേഖരിച്ച് വിദേശ കച്ചവടക്കാർക്ക് വിൽക്കും. വിദേശ കച്ചവടക്കാരെന്ന് ഞാൻ പറയുന്നത് അറബി കച്ചവടക്കാരും ഡച്ച് കച്ചവടക്കാരും പോർച്ചുഗീസ് കച്ചവടക്കാരും ഒക്കെ ആയിരുന്നു. പോർച്ചുഗീസ് കച്ചവടക്കാർ അപ്രത്യക്ഷമായിരിക്കും ഡച്ചുകാരുമായിട്ടായിരുന്നു ബന്ധം. അങ്ങനെ ഡച്ചുകാരും പിന്നെ മുസ്ലിങ്ങളായ അറബി കച്ചവടക്കാരുമായിട്ടുള്ള ബന്ധം തുടരുമ്പോഴാണ് ഇംഗ്ലീഷുകാർ കേരള തീരത്തേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ വേണാടിന്റെ ശക്തി മുഴുവൻ സംഭരിച്ചു വച്ചിരുന്നത്, കേന്ദ്രീകരിച്ചിരുന്നത് ഈ 8 യോഗത്തിലാണ്. അതിലെ 8 പേരിലാണ് അവരുടെ തൊട്ട് ഭൂമി കൈവശം വെച്ചിരുന്ന മാടമ്പിമാരിലാണ്. അപ്പൊ മാടമ്പിമാരും ഈ 8 പേരും കൂടെ ചേർന്നാണ് വേണാടിന്റെ ഭാവി നിശ്ചയിച്ചത്. കാരണം വേണാടിന്റെ അധിപനായ ഈ നമ്മുടെ പത്മനാഭസ്വാമി ഡച്ചുകാരുമായിട്ട് പരമ്പരാഗത ബന്ധമുണ്ടായവരായിരുന്നു മാടമ്പിമാരിൽ പറ്റുപലരും. കേരളക്കരയിലേക്ക്, പ്രത്യേകിച്ച് വേണാട് പ്രദേശത്തേക്ക് ഇംഗ്ലീഷുകാരെത്തിയപ്പോൾ ഇംഗ്ലീഷുകാർക്ക് അവിടെ അഭയം കൊടുത്തു. അങ്ങനെ ആറ്റിങ്ങൽ റാണി അഞ്ചുതെങ്ങിൽ ഒരു കോട്ട പണിയാനും അവിടെ ഇംഗ്ലീഷുകാരുടെ ആയുധങ്ങൾ ശേഖരിക്കാനും കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ വേണാടിൽ നിന്ന് ശേഖരിക്കുന്ന വിഭവങ്ങൾ അവിടെ വയ്ക്കാനും ഒക്കെ അനുവദിച്ചു. ഇത് സ്വാഭാവികമായിട്ടും ഡച്ച് താല്പര്യത്തിനെതിരാണ്. ഡച്ചുകാരുമായിട്ട് ഏറ്റുമുട്ടൽ ഇംഗ്ലീഷുകാരും നടത്തുന്നുണ്ട്. ഇംഗ്ലീഷുകാരും ഡച്ചുകാരും തമ്മിൽ അറബിക്കടലിൽ യുദ്ധം നടക്കുന്നുണ്ട്, ശ്രീലങ്കയിൽ യുദ്ധം നടക്കുന്നുണ്ട്. അതിന്റെ പ്രതിധ്വനി വേണാടിലും കേട്ടു. വേണാടിൽ കേട്ടപ്പോ ഡച്ചുകാരുമായിട്ട് കച്ചവട ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന മാടമ്പിമാർ, that is middle level merchants, middle level cultivators, middle level landholders, അവര് ഇതിൽ ഇടപെട്ടു. അവർ രണ്ടായി വിഭജിക്കപ്പെട്ടു. അവർക്ക് 2 കൂറുണ്ടായി. ഒരു ചെറിയ ന്യൂനപക്ഷം ഇംഗ്ലീഷുകാരോടും മറ്റേ ഭൂരിപക്ഷം ഡച്ചുകാരോടും കൂറു പുലർത്തുന്നവരായിരുന്നു. കേരളത്തിലെ വനവിഭവങ്ങൾ വിറ്റ് അല്ലെങ്കിൽ വിദേശികൾക്ക് വിറ്റ് കാശ് സമ്പാദിക്കുന്നവരായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഡച്ചുകാരും പോർച്ചുഗീസുകാരും തമ്മിലുള്ള ഈ വൈരം ബ്രിട്ടീഷുകാർക്കെതിരായ ഒരു ശക്തമായ പ്രഹരമേൽപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. That was the revolt at ആറ്റിങ്ങൽ കലാപം 1721. 18-ാം നൂറ്റാണ്ടിന്റെ 2-ാം ദശകം ആരംഭിക്കുമ്പോഴേക്കും ബ്രിട്ടീഷുകാർക്കെതിരായ ആദ്യത്തെ കലാപം കേരളത്തിലാണ് ഉണ്ടാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദേശ ആക്രമണകാരികളായ പോർച്ചുഗീസുകാർക്കെതിരെ ആദ്യത്തെ കലാപം ഉണ്ടായത് കുഞ്ഞാലിമാരുടെ ഭാഗത്തു നിന്നാണ്, കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തിനെതിരെ ആദ്യമായി ചെറുത്തുനിൽപ്പുണ്ടാകുന്നത് കേരളത്തിൽ നിന്നാണ്. അത് വേണാടിൽ നിന്നാണ്, അത് ആറ്റിങ്ങലിൽ നിന്നാണ്. അതാണ് 1721 ആറ്റിങ്ങൽ കലാപം. ഈ ആറ്റിങ്ങൽ കലാപത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് വേണാടിലുള്ള വിഭവങ്ങൾ ഡച്ചുകാർക്ക് വിറ്റുകൊണ്ടിരുന്നതിന് മാറി ഇംഗ്ലീഷുകാർക്ക് വിൽക്കണമെന്നും ഇംഗ്ലീഷുകാർക്കുള്ള സൗകര്യങ്ങൾ വേണാട് അധിപൻ ചെയ്തു കൊടുത്തതിന്റെയും പേരിലായിരുന്നു തർക്കം. ആറ്റിങ്ങൽ വെച്ച് കലാപത്തിലെ ബ്രിട്ടീഷുകാർ കൊല്ലപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിലാണ് വേണാടിന്റെ രാജാവായിരുന്ന രാമവർമ്മ അന്തരിക്കുന്നതും യുവരാജാവായ മാർത്താണ്ഡവർമ്മ അധികാരമേൽക്കുന്നത്. മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ വേണാടുകാരനല്ല. അദ്ദേഹത്തെ ദത്തെടുത്ത് വടക്ക് നിന്ന് കൊണ്ടുവന്നു, തലശ്ശേരിയിൽ നിന്ന് അവിടെ കോലത്തുകാടിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവിടെ മരുമക്കത്തായ വാഴ്ചയാണ് തിരുവിതാംകൂറിന്റെ നായക്രമം. ലോ ഓഫ് സക്സഷൻ വാസ് matrilineal system. Once the ruling
king Naduwadi passed away, he was succeeded not by his son but by his nephew. നാടുനീങ്ങിയ രാജാവിന്റെ പെങ്ങളുടെ മകനായിരിക്കും ഭരണാധികാരി. So Marthandavarma assumed power. When the former Raja was dying, the last advice which he gave to his successor, the Yuva Raja, the heir apparent, was not to quarrel with the British. Keep good relations with the British. Keep the British with the partnership. ബ്രിട്ടീഷുകാരുമായിട്ട് കലഹിക്കരുത്, അവരുമായിട്ട് സൗഹൃദത്തിൽ തുടരണം എന്ന ഉപദേശം കൊടുത്തിട്ടാണ് അമ്മാവൻ അന്തരിച്ചത്. അനന്തരവൻ അധികാരത്തിലേക്ക്. അത് അദ്ദേഹം യുവരാജാവ് ശിരസ വഹിക്കുന്നു. ഡച്ചുകാരുമായിട്ട് സഖ്യത്തിനെ കാംക്ഷിച്ചിരുന്ന, ഡച്ചുകാരുമായിട്ട് കച്ചവട ബന്ധവും രാഷ്ട്രീയ ബന്ധവും വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന മാടമ്പിമാർ മാർത്താണ്ഡവർമ്മയെ എതിർക്കുന്നു സ്വാഭാവികമായിട്ട്. കാരണം മാർത്താണ്ഡവർമ്മ പ്രോ ബ്രിട്ടീഷ് ആണെന്ന് അവർക്കറിയാം. ബ്രിട്ടീഷ് അനുകൂല മനോഭാവം, അമ്മാവന്റെ ഉപദേശം കേട്ടുകൊണ്ട് അനന്തരവനും ബ്രിട്ടീഷുകാരുടെ അനുകൂല മനോഭാവം തുടർന്നു. ഡച്ചുകാരുമായിട്ട് ബന്ധമുണ്ടായിരുന്ന മാടമ്പിമാർക്ക് ഇഷ്ടമല്ലാതാകുന്നു. ആ ഇഷ്ടമില്ലായ്മയാണ് മാടമ്പിമാരെ തകർക്കുന്നതിലേക്ക് മാർത്താണ്ഡവർമ്മയെ നയിച്ച ചേതോവികാരം. മാർത്താണ്ഡവർമ്മ was turned against the some of the Madambis because they were pro-Dutch. They were in favor of continuing trade relations with the Dutch. But Marthandavarma personally was against this and he was in support of the British. So there was a clash of interest. In essence, it was an Anglo-Dutch rivalry that had its reflections in the Venad region. ഇതിൽ ഡച്ച് പക്ഷം പിടിച്ച മാടമ്പിമാർ നിശേഷം തോൽപ്പിക്കപ്പെട്ടു. They were exterminated, brutally assassinated. അവരെല്ലാം നിശേഷം കൊന്നു, കുഴിച്ചുമൂടി. All the men were hanged to death. Women and children were sold to the fishermen. ആണുങ്ങളെ പുരുഷന്മാരെ എല്ലാം കഴിവേറ്റി, പെണ്ണുങ്ങളെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തുറയേറ്റി വിറ്റു, മുക്കൂർക്ക് വിറ്റു. So it was a brutal, cruel attempt on the part of Marthandavarma. Then he tried to consolidate the state. വേണാടിനെ തിരുവിതാംകൂറാക്കി മാറ്റുന്നതിനുള്ള പരിശ്രമം. വേണാടുമായിട്ട് സഖ്യമുണ്ടായിരുന്ന മറവപ്പട പലപ്പോഴും നാഞ്ചനാട് വന്ന് കൊള്ളയടിച്ച് സാധനങ്ങൾ കൊണ്ടുപോകും. സാധനങ്ങൾ കിട്ടിയില്ലെങ്കിൽ അവർ ആൾക്കാരെ ആക്രമിക്കും. അവരെ പറഞ്ഞൊതുക്കാനായിട്ട് മാർത്താണ്ഡവർമ്മയ്ക്ക് കാശ് കൊടുക്കും. മറവപ്പടയുടെ സഹായത്തോടു കൂടിയാണ് ഈ മാടമ്പിമാരെ അദ്ദേഹം ഒതുക്കിയത്. സ്വന്തമായിട്ട് സൈന്യമൊന്നും വയനാടിനുണ്ടായിരുന്നില്ല. പക്ഷേ ശൃംഗാല ബുദ്ധിക്കാരൻ, കൗശലക്കാരൻ, മഹാക്രൂരനായിരുന്നു മാർത്താണ്ഡവർമ്മ. ആ ക്രൗര്യത്തിന്റെ ഉദാഹരണമാണ് അദ്ദേഹം ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ പ്രദേശങ്ങളും ആ കീഴ്പ്പെടുത്തിയ രാജാക്കന്മാരോട് കാണിച്ച ക്രൂരതയും. സമാനതകളില്ലാത്ത ക്രൂരതയാണ്. അവിടെയും മതപരമല്ല കാര്യങ്ങൾ, രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ ശത്രുവിനെ ഉന്മൂലനം ചെയ്യുക, അത് ഏത് രാജാക്കന്മാരും ചെയ്യുന്ന കാര്യമേ മാർത്താണ്ഡവർമ്മയും ചെയ്തുകൊണ്ടെന്ന് ആഗ്രഹിക്കുക. വേണാടിന് വടക്ക് ദേശിങ്ങനാട്, കൊല്ലം. ഇളയടത്ത് സ്വരൂപം കൊട്ടാരക്കര. മാർത്ത എന്ന് പറയുന്ന കരുനാഗപ്പള്ളി. തൊട്ടപ്പുറത്ത് കായംകുളം, മാവേലിക്കര ഭാഗങ്ങൾ അടങ്ങുന്നു. പിന്നെ തെക്കുംകൂർ, കോട്ടയം തെക്കൻ പ്രദേശങ്ങൾ. വടക്കുംകൂർ, ഏറ്റുമാനൂരോട്ട് വടക്കോട്ടുള്ള പ്രദേശം. പടിഞ്ഞാറേ തീരം വഴി പൊയ്ക്കഴിഞ്ഞാൽ കായംകുളം കഴിഞ്ഞ് വടക്കോട്ട് ആലപ്പുഴയും കഴിഞ്ഞ് ചെല്ലുമ്പോൾ അരൂര് വെച്ച് കായൽ മുറിയുന്നു. അതിനപ്പുറമുള്ളത് കൊച്ചി. അവിടെയും അദ്ദേഹം ആക്രമിക്കുന്നു. കൊച്ചി രാജാവിന്റെ, പെരുമ്പടപ്പ് രാജാവിന്റെ ആക്രമണമാണ്. ഏറ്റുമാനൂര് കഴിഞ്ഞ് വടക്കോട്ട് പോയിട്ട് ആലുവാപ്പുഴ വരെ എത്തുന്നു. ആലുവാപ്പുഴ കഴിഞ്ഞ് വീണ്ടും പടിഞ്ഞാറോട്ട് പോയിട്ട് കൊച്ചി രാജാവിന്റെ പ്രദേശങ്ങളായ ആലങ്ങാടും പറവൂരും ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു. അങ്ങനെ ആധുനിക തിരുവിതാംകൂർ ജന്മമെടുക്കുന്നു. വടക്കേറ്റം കോലത്തുനാട്, കണ്ണൂർ കേന്ദ്രമാക്കി. ചിറക്കൽ രാജകുടുംബം. നെക്സ്റ്റ് ടു ഇറ്റ് കടത്തനാട്, വടകര ആസ്ഥാനമാക്കി. അതിന് കേറനാട്, കോഴിക്കോട് ആസ്ഥാനമാക്കി. സാമൂതിരിയും കൊച്ചിയും തമ്മിൽ പലപ്പോഴും പെരുമ്പടപ്പ് സ്വരൂപം എന്ന കൊച്ചി രാജാവ്
തൃപ്പൂണിത്തുറ കേന്ദ്രമാക്കി ഭരിക്കുന്നു. പക്ഷെ പ്രധാനമായിട്ട് അവരെ സമ്പത്തെല്ലാം കിടക്കുന്ന തൃശ്ശൂർ ഭാഗത്താണ്. അപ്പൊ തെക്ക് തിരുവിതാംകൂറുമായിട്ടും വടക്ക് സാമൂതിരിയുമായിട്ടും കൊച്ചി രാജാവിന് ഏറ്റുമുട്ടേണ്ടി വന്നു. വടക്ക് ചേറ്റുവ, ഭാരതപ്പുഴ കടലിൽ പതിക്കുന്നതിന് തൊട്ട് തെക്കോട്ടുള്ള പ്രദേശങ്ങളും അരൂര് വരെയുള്ള പ്രദേശങ്ങളാണ് കൊച്ചി രാജാവിന്റെ തീരപ്രദേശം. ഇത് ചേറ്റുവ പിടിക്കുന്നതിന് വേണ്ടി, ചേറ്റുവ വഴി ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കൊച്ചി രാജാവും കോഴിക്കോട് സാമൂതിരി തമ്മിൽ പലപ്പോഴും ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ട്, യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്. എന്തായാലും 18ാം നൂറ്റാണ്ടിന്റെ മധ്യമാകുമ്പോഴേക്കും, മിഡിൽ 18th century, Kerala was somewhat politically consolidated among 3 major principalities: Travancore, Kochi, Kozhikode. In fact, Marthandavarma was rendering the ground for the British occupation. He received British help to defeat the Dutch. Dutch had their headquarters in Sri Lanka, from where they landed at Kolachal, marched to Kalkulam. Kalkulam means present Pathanamura. Kalkulam കൊട്ടാരം, പ്രസന്റ് അന്നത്തെ പത്തനാപുരം കൊട്ടാരത്തിന്റെ പഴയ പേരായിരിക്കുന്ന കൽക്കുളം താലൂക്കാണ്. അവിടേക്ക് മാർച്ച് ചെയ്യുന്നത് കൊളച്ചൽ ഇറങ്ങിയിട്ട്. മാർത്താണ്ഡവർമ്മയുടെ ബ്രിട്ടീഷ് അനുകൂല നിലപാടിനെ എതിർക്കുക, അവർക്ക് തിരുവിതാംകൂർ വേണാടിന്റെ കമ്പോളം ഡച്ചുകാർക്ക് പഴയതുപോലെ കിട്ടണമെന്നാണ് അവരുടെ ആവശ്യം. ബ്രിട്ടീഷുകാരുടെ അനുകൂലിയാണ് മാർത്താണ്ഡവർമ്മ. അതുകൊണ്ട് മാർത്താണ്ഡവർമ്മ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. അതുകൊണ്ട് മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാനമായ പത്തനാപുരം കൊട്ടാരം ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഡച്ചുകാർ കൊളച്ചൽ ഇറങ്ങിയിട്ട് അങ്ങോട്ട് 10-20 കിലോമീറ്റർ തെക്ക് പത്മനാഭപുരത്തേക്ക് മാർച്ച് ചെയ്യുന്നു. പത്മനാഭപുരത്തെത്തിയ ഡച്ചുകാരെ അവിടുത്തെ തിരുവിതാംകൂർ വേണാടിലെ അധിപന്മാർ പട്ടാളക്കാർ തോൽപ്പിക്കുന്നു. ഡച്ചുകാർക്ക് പിൻവാങ്ങേണ്ടി വരും. അവർ പിൻവാങ്ങി കീഴടക്കാതെ രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. പക്ഷെ കൊളച്ചൽ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഡച്ച് കപ്പലുകളിൽ കയറി അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. രക്ഷപ്പെടാൻ കഴിയാത്തത് കപ്പലിൽ കയറാൻ കഴിയാത്തത് കൊണ്ടല്ല, പക്ഷെ കയറിയ കപ്പലുകളെല്ലാം മുങ്ങിത്താണുപോയി. മുങ്ങിത്താണു പോകാൻ കാരണം മാർത്താണ്ഡവർമ്മയെ നിർലോഭമായ സഹകരണം കൊണ്ട് സഹായിച്ചത് തീരപ്രദേശത്തെ മുക്കുവരായിരുന്നു. ഈ മുക്കുവർ എന്ന് പറയുന്നവർ ഫിഷർമെൻ. അത് പരതവർ, മീനവർ, മുക്കുവർ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ അവർക്ക് പേരുണ്ട്. അവര് കടൽ തീരത്തെ താമസിക്കുന്നവരാണ്, മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരാണ്. അതുകൊണ്ട് സാമ്പത്തികമൊന്നുമില്ല, കടലിൽ നിന്ന് കിട്ടുന്നു, വിറ്റ് കാശാക്കുന്നു, ജീവിക്കുന്നു, അങ്ങനെ മാത്രമേ ഉള്ളൂ. നാളത്തേക്ക് വേണ്ടി ഒന്നും സംഭരിച്ചു വെക്കുന്നവരല്ല, സമ്പാദിച്ചു വെച്ചിരിക്കുന്നവരല്ലേ അവർ. പക്ഷെ മുക്കുവരുടെ നിർലോഭമായ സഹായം മാർത്താണ്ഡവർമ്മ കിട്ടി. മാർത്താണ്ഡവർമ്മ സഹായങ്ങൾ പിന്നെ ചെയ്തു കൊടുക്കുകയും ചെയ്തു. മരം കൊണ്ടുള്ള കപ്പലാണ്. ഇരുമ്പ് വ്യാവസായിക വിപ്ലവം ആരംഭിച്ചിട്ടില്ല. വ്യാവസായിക വിപ്ലവം യൂറോപ്പിൽ ആരംഭിക്കുന്നത്, ആദ്യത്തെ സ്റ്റീം എഞ്ചിൻ ഉണ്ടാകുന്നതിന് 1769-ലാണ്. ഇരുമ്പ് വിദ്യ അവിടെ യൂറോപ്പിൽ വികസിച്ചില്ല. ഇരുമ്പ് വിദ്യ വികസിച്ചില്ല എന്ന് മാത്രമല്ല, ഈ ഇരുമ്പ് വെള്ളത്തിൽ ഇട്ടാൽ താണുപോകും. അപ്പൊ താണുപോകാത്ത കപ്പൽ ഉണ്ടാക്കാനൊക്കെ പിന്നെ 19ാം നൂറ്റാണ്ടിന്റെ ആരംഭ ദശകങ്ങളിൽ സ്റ്റീം ഷിപ്പ് വന്നുള്ളൂ. അപ്പൊ പായ്ക്കപ്പലാണ്, മരക്കപ്പലാണ്, മരത്തിലാണ് കപ്പൽ. ആ മരക്കപ്പലുകളുടെ അടിയിൽ കട്ടപ്പാര കൊണ്ട് കുത്തിപ്പൊട്ടിച്ച് കടൽ വെള്ളം കയറ്റി ആ കപ്പലുകളെ മുക്കിക്കളഞ്ഞു. ഈ കട്ടപ്പാര എന്ന് വെച്ചാൽ കടിച്ചു പിടിച്ചുകൊണ്ട് വെള്ളത്തിൽ കൂടെ നീന്തിപ്പോയി മണിക്കൂറുകളോളം വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കാനുള്ള ശേഷി ഉണ്ടത്രേ ഈ മുക്കുവർക്ക്. അതിനെ മുക്കിളിയിടുക എന്നാണ് മലയാളത്തിൽ പറയുന്നത്. മുക്കിളിയിടുക, അത് കടൽ തീരത്തെ മുക്കുവർ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണ് മുക്കിളിയിടുക. വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ കഴിയുന്നതിനാണ് മുക്കിളി. അങ്ങനെ മുക്കിളിയിട്ട് ഈ കപ്പലുകളെ കട്ടപ്പാര വെച്ച് കുത്തിപ്പൊട്ടിച്ചു. വെള്ളം കയറി കപ്പലുകൾ മുങ്ങി. ആ കപ്പലുകൾ കയറി ഡച്ചുകാർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അങ്ങനെ പലരും തടവുകാരായി. അങ്ങനെ തടവുകാരപ്പെട്ടവരാണ് ഡെലിനായി, ഡോൽനായി തുടങ്ങിയവർ. ആ ഡെലിനായി പിന്നീട് പീരങ്കി സേനയുടെ അധിപനായിട്ട് മാർത്താണ്ഡവർമ്മ നിയമിക്കുകയും ചെയ്തു. ഇതിന്റെ കോട്ട, ഉദയഗിരി കോട്ടയിൽ ഡെലിനായിയുടെ പിന്നെ ശവകുടീരൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പൊ ഡച്ചുകാരനായിരുന്നു അദ്ദേഹമെങ്കിലും പിന്നീട് തിരുവിതാംകൂറിന്റെ രാജാവിന്റെ വലിയ കപ്പിത്താനായിട്ട് മാറുന്നു.
അത് ആർമറിയുടെ അല്ലെങ്കിൽ ആർമേഡ് കോർ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ആർട്ടിലറിയുടെ അധിപനായിട്ട് അദ്ദേഹത്തെ നിയമിക്കുന്നു പീരങ്കി സേനയുടെ. ഇവിടെ നിന്നാണ് ഈ പീരങ്കി സേനയുടെ സഹായത്തോടു കൂടിയാണ് മാർത്താണ്ഡവർമ്മ വടക്കോട്ടേക്ക് ആക്രമിക്കുന്നത്. നേരത്തെ പറഞ്ഞ കൊല്ലവും കായംകുളവും ഒക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ആലുവ പുഴ വരെ എത്തി വേണാടുന്ന ആധുനിക വേണാട് സ്ഥാപിച്ച അദ്ദേഹമാണ്. അതിന് ആലുവ മൊഴി മുതൽ ആറ്റിങ്ങൽ വരെ ഉണ്ടായിരുന്ന വേണാടിനെ ആലുവ പുഴ വരെ വികസിച്ചത്. A small petty principality in 1729 when Marthandavarma assumed as the ruler called Venad was enlarged into up to Aluva Pura, Aluva River, Penyar. From Aluva Mori to Aluva Pura. He was able to expand. He expanded it. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്രൂരതകളെല്ലാം കാണിച്ചത്. യാതൊരു വിട്ടുവീഴ്ചയില്ല, യാതൊരു ദയാദാക്ഷിണ്യവും കാണിക്കാതെ മുഴുവൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. ആ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത് ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോകാമെന്നുള്ള ഭയം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. He might have feared that all the defeated, vanquished rulers may rise once again and turn against him. In that event, his power may be lost. His country may again be tormented, bifurcated, and would be destroyed. So he took a political trick, a politricks he applied. That was the dedication of the temple to Sri Lord Padmanabha. രക്തച്ചൊരിച്ചിലൂടെയും വെട്ടിപ്പിടുത്തങ്ങളിലൂടെയും കൊലപാതകങ്ങളിലൂടെയും കീഴ്പ്പെടുത്തിയ തിരുവിതാംകൂറിനെ പത്മനാഭസ്വാമിയുടെ മുടിയിൽ ഉടവാൾ അടിയറ വെച്ച് രാജാവ് രാഷ്ട്രത്തെ ഭഗവാന് സമർപ്പിച്ചു. അപ്പൊ ആ രാഷ്ട്രത്തിനെതിരെ പോരാടാൻ വരുന്നവർ, എതിർക്കാൻ വരുന്നവരെല്ലാം ദൈവകോപത്തിനിരയാകും. മനുഷ്യൻ ഈശ്വര വിശ്വാസികളാണല്ലോ. ആ ഈശ്വര വിശ്വാസത്തെ ചൂഷണം ചെയ്യുകയായിരുന്നു വാർത്താ. In that attempt, he succeeded. He adopted the title Padmanabha Dasa, the slave of Lord Padmanabha, the servant of Lord Padmanabha. Padmanabha Dasan എന്നുള്ള പേര് പിന്നെ എല്ലാ രാജാക്കന്മാരും ഇപ്പോ ഉള്ളവർ വരെ അത് സ്വീകരിച്ചു. അത് ഒരു രാഷ്ട്രീയമായ തന്ത്രമായി. കുലദൈവത്തോടുള്ള വിധേയത്വത്തെക്കാളേറെ താൻ ആൾക്കാരെ കൊല്ലിച്ചും കൊന്നും നേടിയെടുത്ത ഈ രാഷ്ട്രം, അതിൽ സ്ഥാപിച്ച രാഷ്ട്രം ശിഥിലീകരിക്കപ്പെട്ടു പോകരുത്, ഛിന്ന ഭിന്നമായി പോകരുത് എന്നുള്ള ആഗ്രഹം, അതിന് ഭഗവാനെ മുൻനിർത്തി ഭഗവാനെ പ്രതിയാക്കി അദ്ദേഹം ഏകീകരിച്ച് നിർത്തുകയായിരുന്നു. മാർത്താണ്ഡവർമ്മയ്ക്ക് തിരിയുന്ന അല്ലെങ്കിൽ ദേവദാസനെതിരെ പത്മനാഭദാസനെതിരെ തിരിയുന്നവരെല്ലാം തന്നെ പത്മനാഭനെതിരെ തിരിയുന്നവരാണ് എന്ന് വരുത്തി തീർക്കാനും ദേവകോപം ഉണ്ടാകുമെന്നുള്ള പേടിയാൽ പലരും ആക്രമിക്കാതിരിക്കാൻ ശ്രമിച്ചു. അതാണ് അതിന്റെ പോളിറ്റിക്സ് അല്ലെങ്കിൽ പോളിറ്റിക്സ്. സോ ടെമ്പിൾ വാസ് ഡെഡിക്കേറ്റഡ് and he started stationing a permanent army, standing army. അന്നേ വരെ മറവപ്പടയുടെയും മറ്റ് ഈ മാടമ്പിമാരുടെ കൈവശമുള്ള ഊച്ചാളിമാരുടെ അല്ലെങ്കിൽ കാവൽക്കാരുടെ സഹായത്തോടു കൂടിയാണ് നാട്ടുരാജാവ് ജീവിച്ചത്. അതുകൊണ്ടാണ് ഈ വേണാട് അധിപൻ എട്ടരയോഗത്തിന് വിധേയമായിട്ട് കഴിയേണ്ടി വന്നത്. എട്ടരയോഗത്തിന് വിധേയമായിട്ട് കഴിയുന്ന 2 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ എന്തുമാത്രം ശക്തിയുണ്ട് പഴയ വേണാട് രാജാവിനെന്ന് കേൾക്കാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചില പാത്രങ്ങൾ മോഷ്ടിച്ച് വിറ്റ ജീവനക്കാരെ രാജാവ് ശിക്ഷിച്ചു. രാഷ്ട്രീയ അധികാരി എന്നുള്ള നിലയ്ക്കാണ് ആ ശിക്ഷ കൊടുത്തത്. എട്ടരയോഗം എന്ന സമിതിയിൽ അംഗമാണ്, മോഷണ കേസാണ്, അതുകൊണ്ട് രാജാവാണ് ശിക്ഷിക്കേണ്ടത്. ശിക്ഷിച്ചു. പക്ഷേ പോറ്റിമാർക്ക് ഇഷ്ടപ്പെട്ടില്ല. പോറ്റിമാരുടെ അധികാരത്തിൽ കയറി ശിക്ഷിക്കാൻ ഇയാൾക്കെത്ത അധികാരം, അത് കടന്നു കയറാൻ ഈ അധികാര ദുർവിനിയോഗം രാജാവിന് അധികാരമില്ലാത്തതുകൊണ്ട് രാജാവിനെ ശിക്ഷിച്ചു. ആ ശിക്ഷ പിഴയായിട്ട് മാറ്റി. പിഴ ഒടിക്കുക, ഫൈൻ ഒടിക്കുക മതി. ഫൈൻ എങ്ങനെയാ? പത്മനാഭസ്വാമിയുടെ പേരിലേക്ക് ചെറൈൻകീഴ് താലൂക്കിലെ കുറെ ഭൂമി എഴുതി കൊടുത്തു, കരമൊഴിവായി. രാജാവിന്റെ ഉടമസ്ഥയിലുള്ള പണ്ടാരവക ഭൂമി ദേവസ്വം ഭൂമിയാക്കി മാറ്റി. അങ്ങനെ പത്മനാഭസ്വാമിയുടെ സ്വത്ത് വികസിപ്പിച്ചു. അതാണ് എട്ടരയോഗത്തിന്റെ ശക്തി. ആ ശക്തിയെയാണ്
മാർത്താണ്ഡവർമ്മ ഇല്ലാതാക്കിയത്. ഇനി മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ എത്രയോ കാരായിരുന്നാലും ദേവകോപത്തിന് ഇടയാക്കുന്ന ഒരു ധാരണ ഉണ്ടാക്കുകയും അങ്ങനെ രാഷ്ട്രീയമായ ഒരു തന്ത്രത്തിലൂടെ he was able to win the support of the people. Second, he built up an army and consolidated the state to keep it up. പക്ഷേ ഒരു സാമ്പത്തിക പ്രതിസന്ധി അദ്ദേഹത്തെ നേരിട്ടു. നേരത്തെ വേണാട് രാജാവിന്റെ സാമ്പത്തിക സോഴ്സ് എന്ന് പറയുന്നത് മാടമ്പിമാരിൽ നിന്നുള്ള പിരിവാണ്, പാട്ടമാണ്. അവരെ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനമായി. But once the Madambis were destroyed, he lost that source. So he had to raise fresh funds. He had to seek more funds. എങ്ങനെയാ കൂടുതൽ സ്വത്തുണ്ടാക്കാൻ സാധിക്കുക? ആ സ്വത്തുണ്ടാക്കാൻ സാധിക്കുക പണ്ടാരവക എന്ന് പറയുന്ന നാടുവാഴിയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഭൂമി പുതിയ പാട്ടക്കാർക്ക് പതിച്ചു കൊടുക്കുക, പാട്ടത്തിന് കൊടുക്കുക. അങ്ങനെ പണ്ടാരവക ഭൂമി പലർക്കും പങ്കുവച്ചു കൊടുത്തു. അവരിന്ന് പിരിക്കുന്ന പാട്ടം കൊണ്ട് രാജാവിന്റെ നിത്യദാന ചെലവ് നടത്താൻ രാജ്യത്തിന്റെ വികസനം അല്ലെങ്കിൽ വ്യാപനം, വടക്കോട്ടുള്ള വ്യാപനം പരിവാഹനം സാധിച്ചു. അങ്ങനെ ഭൂമി കൊടുത്തപ്പോൾ അദ്ദേഹം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു, കഴിയുന്നത് നായന്മാർക്ക് കൊടുക്കരുത്. കാരണം ഈ പിള്ളമാരിൽ പ്രധാനമെല്ലാം നായർ ജാതിയിൽപ്പെട്ടവരാണ്. അവർ രാജാവിന്റെ ശത്രുപക്ഷത്തേക്ക് ചേർന്നേക്കാം. അതുകൊണ്ട് അവർക്ക് കൂടുതൽ സാമ്പത്തികമായി ശക്തിപ്പെടുത്തുന്നത് വേണാടിന്റെ രാഷ്ട്രീയ താല്പര്യത്തിനെതിരാകുന്നതുകൊണ്ട് അവർക്കും ഭൂമി കൊടുത്തില്ല. പകരം കൂടുതൽ കൊടുത്തത് ക്രിസ്ത്യാനിക്കും മുസൽമാന്മാർക്കുമായിരുന്നു. തിരുവിതാംകൂറിന്റെ കിഴക്കൻ മലയോര പ്രദേശങ്ങൾ ക്രിസ്ത്യാനികൾക്ക് പാട്ടത്തിന് കൊടുത്തു. അങ്ങനെയാണ് ഈ വനഭൂമി കയ്യേറി അവർ കൃഷി ചെയ്യാൻ തുടങ്ങിയതും. നല്ല അധ്വാന ശേഷിയുള്ള അവർ, അധ്വാനശീലരായ അവർ കൃഷി ചെയ്ത് ഒരുപാട് സമ്പത്തുണ്ടാക്കി. ആ സമ്പത്തെല്ലാം രാജാവിന് പാട്ടം കൊടുത്തു. സമ്പത്തിന്റെ ഒരു വിഹിതം പാട്ടത്തിന് കൊടുത്ത് രാജാവിന്റെ ഖജനാവിനെ ശക്തിപ്പെടുത്തി. മറ്റൊന്ന്, രാജ്യം വ്യാപാര കുത്തക സ്ഥാപിച്ചു. മുസ്ലിങ്ങളുടെയും ഡച്ചുകാരുടെയും ഇംഗ്ലീഷുകാരുടെയും ഒക്കെ കൈവശം ഉണ്ടായിരുന്ന വ്യാപാര കുത്തക അവസാനിപ്പിക്കുന്നതിന് വേണ്ടി മാർത്താണ്ഡവർമ്മ രാജ്യത്തെ 3 പ്രധാനപ്പെട്ട വ്യാപാര മേഖലകളായിട്ട് വിഭജിച്ചു. 3 economic zones. തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം. 3 മുഖങ്ങളായി, 3 സോണുകളായി. നമ്മളിപ്പോൾ പറയുന്ന സ്പെഷ്യൽ ഇക്കണോമിക് സോൺ എന്നൊക്കെ പറയുന്നത് 3 zones. The native states and the native country. Travancore was partitioned into 3 zones, economic zones. അത് വ്യാപാര കാര്യങ്ങൾ ശക്തിപ്പെടുത്താനാണ്. കാരണം തിരുവിതാംകൂറിന്റെ സാമ്പത്തിക സ്രോതസ് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന പാട്ടവും കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന മിച്ചവുമാണ്. The trade surplus and land tax. ലാൻഡ് ടാക്സ് എന്ന് പറയേണ്ട റെന്റ്. ആ റെന്റ് എന്നുള്ള പദം നമ്മൾ ഇംഗ്ലീഷിൽ റെന്റ് എന്നുള്ള പദത്തിൽ കിട്ടുന്ന അർത്ഥമല്ല ഇവിടത്തെ. റെന്റ് എന്ന് വെച്ചാൽ വാടക. ഞാൻ റെന്റഡ് ഹൗസിലാണ്, വാടക വീട്ടിലാണ് താമസിക്കുന്നത് പറയും പോലെയല്ലേ ഇവിടെ റെന്റ്. ലാൻഡിന്റെ റെന്റ് എന്ന് പറയുന്ന പാട്ടമാണ്. ലാൻഡ് ടാക്സ് എന്ന് പറയുന്ന വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന നികുതിയാണ്. നികുതിയും പാട്ടവും രണ്ടും രണ്ടാണ്. ടാക്സ് ആൻഡ് റെന്റ്. ആ റെന്റാണ് ഒരു വരുമാനം. മറ്റത് കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന മിച്ചം. പുതിയ കച്ചവടക്കാരെ കേരളത്തിലേക്ക് കൊണ്ടുവരും. കൊച്ചി വരെ എത്തിയിരുന്ന കൊങ്കണികളെ, അതായത് തുളു കച്ചവടക്കാരെ, അവരെ ആലപ്പുഴയിലേക്ക് കൊണ്ടുവന്നു. അവർക്ക് ആ ആലപ്പുഴ തുറമുഖത്ത് വ്യാപാര സൗകര്യങ്ങൾ ചെയ്തു. ആന്ധ്രയിൽ നിന്ന് റെഡ്ഡിയാർമാരെ കൊണ്ടുവന്നു, കച്ചവടക്കാരെ കൊണ്ടുവന്നു. അങ്ങനെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുള്ള, പല രാജ്യം ഞാൻ പറയുമ്പോൾ കേരളത്തിന് പുറത്ത്, തിരുവിതാംകൂറിന് പുറത്തുള്ള നാടല്ല 5 രാജ്യങ്ങൾ. ആ രാജ്യത്തിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം മെച്ചപ്പെടുത്തി. അങ്ങനെ സാമ്പത്തികമായി മെച്ചപ്പെടുത്തി. ഭരണ സംവിധാനത്തിന് വേണ്ടി പതിവ് കണക്ക് എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് സമ്പ്രദായം. വരവ് ചെലവ് കണക്കാണല്ലോ ഇപ്പോൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എത്ര കോടി രൂപ വരുന്നു, എത്ര കോടി രൂപ ചെലവാക്കുന്നു. ഈ വരവും ചെലവും തമ്മിൽ തുലനപ്പെട്ടു പോയില്ലെങ്കിൽ, ചെലവ് കൂടുതലും വരവ് കുറവുകയാണെങ്കിൽ കമ്മി ബഡ്ജറ്റ്, വരവ് കൂടുതലും ചെലവ് കുറവുകയാണെങ്കിൽ മിച്ച ബഡ്ജറ്റ്. കേരളത്തിൽ ഒരിക്കലും മിച്ച ബഡ്ജറ്റ് അന്നുമില്ല മിച്ച ബഡ്ജറ്റ്. അപ്പൊ മിച്ച ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് കമ്മി ബഡ്ജറ്റ്. അപ്പൊ വരവ് ചെലവ് കണക്കാക്കുന്നതിന് വേണ്ടി പതിവ് കണക്ക് എന്ന് പറയുന്ന ബഡ്ജറ്റ് സമ്പ്രദായവും കൊണ്ടു. അപ്പൊ സൈനികമായി, രാഷ്ട്രീയമായി ആധുനിക തിരുവിതാംകൂറിനെ യോജിപ്പിച്ചു, ഭരണപരമായിട്ട് യോജിപ്പിച്ചു. തൊട്ടപ്പുറത്ത് കൊച്ചിയും അങ്ങനെ തന്നെ, വടക്ക് കോഴിക്കോട്. മാർത്താണ്ഡവർമ്മ 1752 അന്തരിക്കുന്നു. പിൻഗാമിയായിട്ട് വന്ന് ധർമ്മരാജാവ്. കാർത്തിക തിരുനാൾ രാമവർമ്മ എന്നാണ് പേര്. ധർമ്മരാജാവ്
വേറൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ പേരാണ്. ഇദ്ദേഹത്തിന്റെ മാർത്താണ്ഡ അമ്മാവന്റെ നയപരിപാടി കൊണ്ട് തുടരുന്നു, ആധുനികവൽക്കരണം തുടരുന്നു. ഈ കാലഘട്ടത്തിലാണ് എന്ന് വെച്ചാൽ മിഡ് 18th സെഞ്ചുറി, 18ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ കേരളത്തിലേക്ക് മൈസൂർ സുൽത്താൻമാരുടെ ആക്രമണം. ആദ്യം ഹൈദരാലി, പിന്നാലെ ടിപ്പു സുൽത്താൻ. എന്തിനാണ് സഹ്യനപ്പുറത്ത് കിടക്കുന്ന, വയനാടിനപ്പുറത്ത് കിടക്കുന്ന മൈസൂർ രാജാക്കന്മാർ മലയിറങ്ങി ചുരമിറങ്ങി കേരളത്തിലേക്ക് വന്നത്, മലനാട്ടിലേക്ക് വന്നത്? 3 വഴികളിലൂടെയാണ് മൈസൂർ സുൽത്താൻമാർ കേരളത്തെ ആക്രമിച്ചത്. മലബാറിനെ, പണ്ട് മലബാർ എന്ന് വെച്ചാൽ കേരള തീരത്തിന് മൊത്തത്തിലുള്ള പേരാണ്, നമ്മൾ ഇന്നത്തെ മലബാറല്ല. കേരളത്തെ ആക്രമിച്ചത് മൈസൂരിൽ നിന്നും മംഗലാപുരം ബ്രിട്ടീഷുകാരുടെ ഒരു താവളമായിരുന്നു, കച്ചവട കേന്ദ്രമായിരുന്നു. മംഗലാപുരം വഴി തെക്കോട്ട് കണ്ണൂർ വന്ന് കണ്ണൂർ കീഴ്പ്പെടുത്തി കോഴിക്കോട്ടേക്ക് വരും. മൈസൂരിൽ നിന്ന് നേരെ പടിഞ്ഞാറോട്ട് തിരിച്ച് വയനാടെത്തി, വയനാടൻ ചുരങ്ങൾ തുടർന്ന് താഴെ എത്തി കോഴിക്കോട്ടെത്തി. കോഴിക്കോട്ടും തലശ്ശേരിയിലും എത്തി. തലശ്ശേരി ബ്രിട്ടീഷുകാരുടെ താവളമാണ്, അവിടെ കൈവശപ്പെടുന്നത്. മൈസൂരിൽ നിന്നും നേരെ തെക്കോട്ട് തിരിച്ച് സേലം ദിണ്ടിഗൽ വഴി കോയമ്പത്തൂർ കീഴടക്കി പാലക്കാട് ചുരം വഴി, വാളയാർ ചുരം വഴി പാലക്കാട്ടേക്ക്. പാലക്കാട്ട് നിന്ന് നേരെ വടക്കോട്ട് കോഴിക്കോട്ടേക്ക് എത്തുന്നു, തെക്കോട്ട് ആലുവാപ്പുഴ വരെ എത്തുന്നു. ആലുവാപ്പുഴ വരെ എത്തുന്നു എന്ന് വെച്ചാൽ അർത്ഥം കൊച്ചി രാജാവിന്റെ ആസ്ഥാനമായ അല്ലെങ്കിൽ 2ാം തലസ്ഥാനമായ തൃശ്ശൂർ അടക്കമുള്ള പ്രദേശങ്ങൾ ടിപ്പുവിന് കീഴടങ്ങും. ടിപ്പുവിന്റെ സ്മാരകമായിട്ട് ഇപ്പോഴും ഒരു സ്തംഭം അവിടെയുണ്ട്. തൃശ്ശൂർ വടക്കേ ബസ് സ്റ്റാൻഡിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് കാണാം. അല്ലെങ്കിൽ ഇന്നത്തെ രാമവർമ്മ കൊട്ടാരം എന്ന് പറയുന്ന അവിടുത്തെ ശക്തൻ കൊട്ടാരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു തൂൺ അവിടെ ഉണ്ട്. ശക്തന്റെ ടിപ്പു സ്ഥാപിച്ചൊരു തൂൺ. എന്തിനാണ് മൈസൂർ സുൽത്താൻമാർ കേരളം ആക്രമിക്കുന്നത്? സാമ്രാജ്യ വിസ്തൃതി എന്ന് പറയുന്ന ഒരു മോഹമുണ്ട്, ശരി. പക്ഷെ ആ സാമ്രാജ്യ വിസ്തൃതി ഉണ്ട് എങ്കിലും ബ്രിട്ടീഷുകാരുടെ ശത്രുവാണ് മൈസൂർ സുൽത്താൻ. പലവട്ടം അവർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിട്ടുണ്ട്. മദ്രാസ് ആസ്ഥാനമാക്കി ഭരിക്കുന്ന ബ്രിട്ടീഷുകാർ, പടിഞ്ഞാറ് ബോംബെ ആസ്ഥാനമാക്കി ഭരിക്കുന്ന ബ്രിട്ടീഷുകാർ. മദ്രാസ് പ്രവിശ്യയ്ക്കും ബോംബെ പ്രവിശ്യയ്ക്കും ഇടയ്ക്ക് കിടക്കുന്ന പ്രദേശമാണ് മൈസൂർ. ആ പ്രദേശം ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ബ്രിട്ടീഷുകാർക്ക് താല്പര്യമുണ്ട്. ബ്രിട്ടീഷുകാരുടെ താല്പര്യത്തിനെതിരായിട്ട് നിൽക്കുന്നവരാണ് ഫ്രഞ്ചുകാർ. ആഗോളമായിട്ട് അവർ തമ്മിൽ തർക്കത്തിലാണ്, ആംഗ്ലോ ഫ്രഞ്ച് റൈവൽറി. യൂറോപ്പിലുണ്ടായ പല യുദ്ധങ്ങളിലും ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. യുദ്ധം ചെയ്യുന്നത് പ്രഷ്യക്കാരും ജർമ്മൻകാരും ഓസ്ട്രിയക്കാരും തമ്മിലായിരിക്കും. പക്ഷെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും സഖ്യം ചേർന്ന് അവരെ സഹായിക്കും 2 കരങ്ങളിൽ. 18ാം നൂറ്റാണ്ടെന്ന് ഇപ്പൊ പറയുന്ന 1760-കളാവുമ്പോഴേക്കും അമേരിക്കയിലെ 13 ബ്രിട്ടീഷ് സംസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാണ്. നമ്മൾ ഇപ്പൊ ബൈഡൻ ജയിച്ച അമേരിക്ക 13 ബ്രിട്ടീഷ് കോളനികൾ, 13 ബ്രിട്ടീഷ് കോളനീസ് ഓൺ ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്ക. തെക്ക് വെർജീനിയ മുതൽ വടക്ക് ന്യൂ ഹാംഷെയർ വരെയുള്ള, മസാച്യൂസെറ്റ്സും ന്യൂ ഹാംഷെയറും വാഷിംഗ്ടണും വരെയുള്ള 13 സംസ്ഥാനങ്ങൾ. വെർജീനിയയും സൗത്ത് കരോലിനയും നോർത്ത് കരോലിനയും ന്യൂ ജേഴ്സിയും ന്യൂ ഹാംഷെയറും വാഷിംഗ്ടണും മസാച്യൂസെറ്റ്സും ന്യൂയോർക്കും ഒക്കെയുള്ള 13 സംസ്ഥാനങ്ങൾ. ആ 13 സംസ്ഥാനങ്ങൾ they were fighting against Britain for their liberation. These 13 states were occupied by the British immigrants or English migrants. Now they turned against the mother country. That started in the 1760s. അതായത് ടിപ്പു കേരളം ആക്രമിക്കുന്ന സമയത്താണ് അമേരിക്കയിൽ 13 കോളനികൾ ബ്രിട്ടനെതിരെ സ്വാതന്ത്ര്യ സമരം നടത്തുന്ന. ആ സമരത്തെ ഫ്രഞ്ചുകാർ സഹായിക്കും because of their anti-British sentiment. ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം, ആഗോള വ്യാപകമായി ആഗോള വ്യാപാര തർക്കങ്ങൾ. ആ തർക്കത്തിൽ ബ്രിട്ടീഷുകാരുടെ താല്പര്യത്തിനെതിരായിട്ട് ഫ്രഞ്ചുകാർ നിൽക്കുന്നു.
ബ്രിട്ടീഷുകാരെ കോളനികളെ ഫ്രഞ്ചുകാർ സ്വാതന്ത്ര്യ സമരത്തിന് പ്രേരിപ്പിക്കുന്നു. ഇന്ത്യയിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപം നടത്തുന്ന മൈസൂർ സുൽത്താൻമാരായിട്ട് ഫ്രഞ്ചുകാർ സഖ്യമുണ്ടാകും. ആ ഫ്രഞ്ചുകാരുടെ ഒരു താവളമാണ് മാഹി, മയ്യഴി. തലശ്ശേരി തൊട്ട് വടക്ക്, മയ്യഴിപ്പുഴയ്ക്ക് വടക്ക് കിടക്കുന്ന തലശ്ശേരി, മയ്യഴി ആ പുഴയ്ക്ക് തൊട്ട് തെക്ക് മാഹി. മാഹി തൊട്ട് കിടക്ക് വടകര. വടകര എന്ന് പറയുന്നത് സാമൂതിരിയുടെ വക, പഴയ കടത്തനാണ്. മയ്യഴിയുമായിട്ട് ബന്ധം വയ്ക്കണം. ഫ്രഞ്ചുകാരുടെ മയ്യഴിയുമായിട്ട് മൈസൂർ സുൽത്താൻമാർക്ക് ബന്ധം വയ്ക്കണം. എങ്കിൽ മാത്രമേ മൈസൂർ സുൽത്താൻമാർ നടത്തി വരുന്ന ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് ആയുധം ലഭിക്കുകയുള്ളൂ, നയതന്ത്ര പരിരക്ഷ കിട്ടുകയുള്ളൂ, അങ്ങനെ ഒരു അന്താരാഷ്ട്ര സപ്പോർട്ട് കിട്ടുകയുള്ളൂ. അതാണ് മൈസൂർ സുൽത്താൻമാരുടെ ആഗ്രഹം. അപ്പൊ അവർക്ക് മയ്യഴിയിൽ എത്തിയേ പറ്റൂ. മൈസൂർ വാസ് എ ലാൻഡ് ലോക്ഡ് കൺട്രി. കടലുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരു ഉൾനാടൻ രാജ്യമാണ് മൈസൂർ. അവർക്ക് കടലിറങ്ങി അല്ലെങ്കിൽ ചുരമിറങ്ങി വടക്കോട്ട് സഞ്ചരിച്ച് മംഗലാപുരത്ത് നിന്ന് നേരെ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് മംഗലാപുരത്തെത്തി. അല്ല, മൈസൂരിൽ നിന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് മംഗലാപുരത്തെത്തി. അവിടെ കടലുണ്ട്, അവിടെ ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കുന്നു. വയനാടൻ ചുരമിറങ്ങി കോഴിക്കോട്ടെത്തുന്നു. തലശ്ശേരിയിൽ ബ്രിട്ടീഷുകാരുണ്ട്. കോഴിക്കോട്ട് നിന്ന് അദ്ദേഹം അവർ തെക്കോട്ട് വന്ന് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് വന്ന് മാഹി, മയ്യഴിയുമായിട്ട് ബന്ധം വയ്ക്കുന്നു. ഫ്രഞ്ചുകാരുമായിട്ട് സഖ്യം സ്ഥാപിക്കുന്നു. പാലക്കാട് ചുരം കടന്ന് പാലക്കാട്ടെത്തുന്നു. അനുക്ഷണ വികാസം പ്രാപിക്കുന്ന മൈസൂർ സുൽത്താന്റെ ചെലവുകൾക്ക് സൈന്യത്തിന് തീറ്റിപ്പോറ്റാൻ ചോറ്, ഭക്ഷണം ആവശ്യമാണ്. അത് പാലക്കാടൻ നെൽപ്പാടങ്ങളിൽ നിന്ന് കിട്ടും. കേരളത്തിലെ ഏറ്റവും വലിയ നെല്ലറയാണല്ലോ പാലക്കാട്. അപ്പൊ ഫലഭൂയിഷ്ടമായ ഭൂമി കൈവശപ്പെടുത്തുക, ബ്രിട്ടീഷുകാരുള്ള വ്യാപാര യുദ്ധം നടക്കുന്നതിനാൽ ഫ്രഞ്ചുകാരുമായിട്ട് സഖ്യം സ്ഥാപിക്കുക, ഫ്രഞ്ചുകാരുടെ സഹായത്തോടു കൂടി മൈസൂർ സേനയെയും മൈസൂർ ഭരണത്തെയും നവീകരിക്കുക. ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മൈസൂർ സുൽത്താൻമാർ കേരളം ആക്രമിച്ചത്. ഹൈദർ came down towards കണ്ണൂർ from north, from മംഗലാപുരം. അത് വഴിക്കാണ് പിന്നീട് ടിപ്പു സ്ഥാപിക്കുന്ന ബേക്കൽ കോട്ട. കാസർഗോഡ് തൊട്ട് കാഞ്ഞങ്ങാടിന്റെ അടുത്തായിട്ട് നിൽക്കുന്ന ബേക്കൽ കോട്ട ടിപ്പു പണിതാണ്. കടലിലേക്കുള്ള വഴി, കടലിൽ നിന്ന് വ്യാപാര ശത്രുക്കളെ കണ്ടെത്താനും ബ്രിട്ടീഷ് നീക്കങ്ങൾ അറിയാനും. അതേപോലെ ആക്രമിച്ചു കഴിഞ്ഞ പാലക്കാട്ട് കോട്ട അദ്ദേഹം പണിതാണ്, ടിപ്പു പണിയുന്നതാണ്. ആദ്യഘട്ടത്തിൽ ഹൈദറുടെ ആക്രമണം. ഹൈദർ 1782 മരിക്കുന്നു. തുടർന്ന് പുത്രനായ ടിപ്പു അധികാരത്തിലേക്കുന്നു. ടിപ്പു തന്റെ പിതാവിന്റെ പാത പിന്തുടർന്നു. മലബാർ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ആക്രമിക്കുന്നു. താല്പര്യം ഞാൻ പറഞ്ഞു, ബ്രിട്ടീഷ് വിരുദ്ധ സഖ്യം ഫ്രഞ്ചുകാരുമായിട്ട് ഉണ്ടാക്കുക. അതിന് കടൽ സാമീപ്യം ആവശ്യമാണ്. പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ പൊന്നാനി ആയിരുന്നാലും കൊടുങ്ങല്ലൂരായിരുന്നാലും മയ്യഴി ആയിരുന്നാലും അപ്പുറത്ത് തലശ്ശേരി ആക്രമിച്ച് കീഴ്പ്പെടുത്തണം. ഇതായിരുന്നു ലക്ഷ്യം. കൂട്ടത്തിൽ വികസിക്കുന്ന രാജ്യത്തിന്റെ ചെലവിലേക്ക് ആവശ്യമായ ധനം സംഭരിക്കുക, ആഹാരം സംഭരിക്കുക. ഈ ലക്ഷ്യവുമായിട്ടാണ് ടിപ്പു വരുന്നത്. ടിപ്പു മലബാറിൽ എത്തുന്നതോടുകൂടിയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റങ്ങൾ വരുന്നത്. The political structure of Kerala underwent a great change. The economy of Kerala underwent a change. Society underwent a change. That occurred in the 18th century. That sowed the seeds for an everlasting impact on Kerala economy, Kerala society, Kerala literature. And is even now reverberating the Kerala atmosphere in the name of Variyankunnathu Kunjahammad Haji and other Muslim leaders. Even now reverberating. That started with the occupation of Malabar by Tipu. I hope we have crossed the time limit. We can stop now. നമുക്ക് നാളെ കുറച്ചുകൂടി വേഗത്തിൽ പോകാം. ഇന്നിപ്പോ തുടക്കമായതുകൊണ്ടും ഈ അവതരണത്തിലേക്ക് നിങ്ങളെ ആമുഖത്തിലൂടെ നിങ്ങളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും സമയം എടുത്തത്. നമുക്ക് 18ാം നൂറ്റാണ്ടിന്റെ അന്ത്യദശകത്തിലെത്തിയിരിക്കുന്നു. ടിപ്പുവിന്റെ ആക്രമണത്തെ കുറിച്ച് കുറച്ച് കാര്യം കൂടെ വിശദമായി പറയേണ്ടതുണ്ട്. എങ്ങനെയാണ് കേരള സമ്പദ്ഘടനയെയും സമൂഹത്തെയും ടിപ്പുവിന്റെ മലബാർ അല്ലെങ്കിൽ മൈസൂർ ആക്രമണം സ്വാധീനിച്ചത് എന്ന കാര്യം കൂടി പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത നൂറ്റാണ്ടിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. അത് നാളത്തെ ക്ലാസ്സിൽ തുടരാം. We can continue it tomorrow.
I hope it will be palatable to you. നിങ്ങൾക്ക് രുചിച്ചിട്ടുണ്ടാവുന്ന വിചാരത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്, കാരണം 1.5 മണിക്കൂറാണ് ഞാൻ ക്ലാസ് അനൗൺസ് ചെയ്ത്, 8 മണിക്ക് വേറെ എന്തെങ്കിലും ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ബേക്കൽ ടിപ്പു നിർമ്മിച്ചതാണോ? അല്ല, ബേക്കൽ കോട്ട നേരത്തെ തന്നെ നമ്മുടെ ഇക്കേരി നായക്കന്മാർ നിർമ്മിച്ചതാണ്. ടിപ്പു അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും പിന്നെ നവീകരിക്കുകയും ചെയ്തതാണ്. ഇക്കേരി നായക്കന്മാരെന്ന് പറയുന്നത് പഴയ വിജയനഗര സാമ്രാജ്യത്തിന്റെ ശിഥിലീകരിച്ച കഷണങ്ങൾ. ഇക്കേരി നായക്കന്മാർ ഇങ്ങ് തെക്കേറ്റത്ത് നമ്മുടെ ഇവിടെ മധുര നായ്ക്കന്മാർ. മധുര നായ്ക്കര് പണിത ക്ഷേത്രമാണ് മധുരാക്ഷി മീനാക്ഷി ക്ഷേത്രം. ടിപ്പു ബേക്കൽ കോട്ട നവീകരിച്ചു. അതിന് പീരങ്കികളെ കടലിലേക്ക് വയ്ക്കാൻ തക്കവണ്ണമുള്ള സൗകര്യം ഉണ്ടാക്കി. കാരണം അറബിക്കടലിൽ വരുന്ന കച്ചവട ഈ കപ്പലുകൾ, ബ്രിട്ടീഷ് കപ്പലുകളെയും ശത്രു കപ്പലുകളെയും തകർക്കുന്നതിന് വേണ്ടി പിന്നെ കോട്ടയുടെ പുറത്തു പോയി നോക്കിയാൽ അറിയാം, പീരങ്കി തുളകൾ കാണാം. നവീകരിക്കുകയാണ് ബേക്കൽ കോട്ട പണിത്. തുടക്കത്തിൽ ഇക്കേരി നായിക്കന്മാരെ, പിന്നെ ബ്രിട്ടീഷ് അവര് ടിപ്പു വീണക്കി നവീകരിച്ചതാണ്. അല്ലെങ്കിൽ ആ ചരിത്രത്തിലേക്ക് ഞാൻ പോയില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നാളെ എല്ലാവരും വർദ്ധിത വീര്യത്തോടുകൂടി വരുമെന്ന പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കുന്നു. ശുഭരാത്രി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാം. അത് എൻ്റെ മൊബൈൽ നമ്പറിൽ അല്ലെങ്കിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് കുറിക്കാം. അതിന്റെ പ്രതികരണം കൂടി നാളത്തെ ക്ലാസ്സുകൾ അതിന്റെ പ്രതികരണവും ഉണ്ടാകും. നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നാളെ 6:30 മണിക്ക് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി. നന്ദി.